i2i ന്യൂസ് ഇമ്പാക്ട് UDF പാഞ്ചാലിയെ തെറിപ്പിച്ചു, കൊച്ചി മേയറാകില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിച്ചു കാണുമല്ലോ, കൊച്ചി മേയറായി കേക്കച്ചൻ ചൂണ്ടിക്കാണിച്ച ആ UDF പാഞ്ചാലി കൊച്ചി മേയർ ആകില്ല എന്ന് അവർ തന്നെ പ്രഖ്യാപിച്ചു. ഈ VD സതീശൻ എന്ന് പറയുന്നവന്റെ യഥാർത്ഥ ആ ക്വാളിറ്റി എന്താണെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും ഈ പ്രവർത്തനത്തിലൂടെ. കറിവേപ്പില വലിച്ചെറിയുക എന്ന് നാം കേട്ടിട്ടുണ്ട്. കറിവേപ്പില ഉപയോഗം കഴിഞ്ഞ ശേഷം കറിവേപ്പില പോലെ ആളുകളെ വലിച്ചെറിയുന്നവനാണ് ഇയാൾ എന്ന് ഞങ്ങൾ കാലാകാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് മറ്റൊരു ഉദാഹരണം കൂടി ഇതാ കൊച്ചിയിൽ സംഭവിച്ചിരിക്കുകയാണ്. രാഹുൽ മാങ്കുട്ടത്തെ ഒന്നുമല്ലാതാക്കി കറിവേപ്പില പോലെ ആക്കി ഇയാൾ പുറത്തു കളയുവാൻ ശ്രമിച്ചു. ഇപ്പോൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഇയാളെ മാറ്റി നിർത്തിയെങ്കിൽ പോലും ഞങ്ങളിതാ പറയുന്നു, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഈ കേക്കച്ചൻ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും മാറ്റി നിർത്തിയ ആ രാഹുൽ മാങ്കുട്ടത്തിലായിരിക്കും എന്നിതാ ഞങ്ങളിതാ ഉറപ്പിച്ചു പറയുകയാണ്. നിലപാടുകളുടെ രാജകുമാരൻ, വരുന്ന മുഖ്യമന്ത്രി, രാഷ്ട്രീയ ചാണക്യൻ എന്നൊക്കെ ഈ കേക്കച്ചനെ പാടിപ്പുകഴ്ത്തിയിരുന്ന അഡ്വക്കേറ്റ് ജയശങ്കറും ഏഷ്യാനെറ്റിലെ വാർത്താ മാധ്യമ തൊഴിലാളികളും മുട്ടിൽ മരമുറി കൊള്ളക്കാരന്മാരുടെ ആ ചാനലിലെ മൊട്ട അരുണിനെയും അതുപോലെ തന്നെ ഇയാളുടെ അച്ചാരം വാങ്ങി അടുപ്പുകുട്ടി ചർച്ചകളിൽ പോയി അന്തിച്ചർച്ചകളിൽ പോയിരുന്ന് ഘോരം VD സതീശന് വേണ്ടി വാദിക്കുന്നവന്മാരുടെയും ഇപ്പോൾ വായിൽ പിരിവെട്ടിയിരിക്കുകയാണ്. കാരണം ഈ VD സതീശൻ നേതൃത്വം കൊടുത്ത, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലമായ, അദ്ദേഹത്തിന്റെ താവളമായ ആ കൊച്ചിയിൽ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് കൊച്ചി കേന്ദ്രീകരിച്ച് നിന്ന് നേതൃത്വം കൊടുത്ത ആ VD സതീശന്റെ ആ കൊച്ചിയിൽ ഇപ്പോൾ മേയർ സ്ഥാനത്തെ ചൊല്ലി അടിപിടിയും വലിയ ബഹളങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കം പറഞ്ഞാൽ ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ്. ആരെ കൊണ്ടും പരിഹരിക്കുവാൻ സാധിക്കുന്നില്ല. ഇതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ഞങ്ങളിതാ മാസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, KPCC അധ്യക്ഷന്റെ സ്ഥാനത്ത് നട്ടലുണ്ടായിരുന്ന ആ കെ സുധാകരനെ എടുത്തു കളഞ്ഞ് പകരം അരമനക്കിങ്ങിണിയെ, കത്തോലിക്ക ബിഷപ്പന്മാരെ സുഖിപ്പിക്കാൻ വേണ്ടി സണ്ണി ജോസഫ് എന്ന ആ പാവം അരമനക്കിങ്ങിണിയെ, ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ആ പാവത്തെ, മദ്ബഹയിൽ ഈ അച്ഛന്മാരുടെ കുപ്പായവും പൊക്കി ധൂപക്കുറ്റി വീശി നടന്നുകൊണ്ടിരുന്ന ഈ പാവത്തെ പിടിച്ച് KPCC അധ്യക്ഷന്റെ പദവിയിൽ കൊണ്ടിരുത്തി. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത അയാൾക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല. KPCC അധ്യക്ഷന്റെ പദവിയിൽ ഒരു കരുത്തുറ്റ ഒരു നേതാവ് ഉണ്ടായിരുന്നു എങ്കിൽ കൊച്ചിയിൽ ഇപ്രകാരം സംഭവിക്കില്ലായിരുന്നു. കാരണം അവിടെ ആണൊരുത്തന്റെ, ഒരു ഡിസിഷൻ മേക്കറുടെ, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള, എല്ലാവരെയും ഒരുമിപ്പിച്ച് ഇത്തരത്തിലുള്ള ക്രൈസിസ് മാനേജ് ചെയ്യുവാൻ കപ്പാസിറ്റി ഉള്ള ഒരു ലീഡർ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്രകാരം ഒരു വിഷയം ഉണ്ടാകുമായിരുന്നില്ല. KCയുടെ ചട്ടുകുമായി കൊണ്ടിരുത്തി, അതുപോലെ തന്നെ കേക്കച്ചന് കടന്ന് പൂന്ത് വിളയാടുവാനുള്ള അവസരമെല്ലാം ഉണ്ടായത് ഈ കഴിവുകെട്ട പാവം സണ്ണി ജോസഫ് ഇരിക്കുന്നുണ്ട്. സണ്ണി ജോസഫിനോട് ഒരു കാര്യം പറഞ്ഞോളട്ടെ, വ്യക്തിപരമായി ഞങ്ങൾക്കൊരു യാതൊരു വിരോധവുമില്ല. വളരെ നല്ലൊരു മനുഷ്യനാണ്, പാവ മനുഷ്യനാണ്. ഈ ഒരു പദവിക്ക് പറ്റുന്ന ആളല്ല എന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ ഞങ്ങൾ ഇത്രയും മൂർച്ചയുള്ള ഭാഷയിൽ വിമർശിക്കുന്നത്. അദ്ദേഹത്തെ ചട്ടുകമാക്കി കൊണ്ടുവച്ച ആ KC വേണുഗോപാലിന്റെയും പിടിവിട്ടുപോയി. അതുപോലെ ആ ധാർഷ്ട്യത്തോടെ ഞാനാണ് പാർട്ടി എന്ന ഭാവത്തിൽ, ഞാനാണ് കോൺഗ്രസ് എന്ന ആ ഭാവത്തിൽ, വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഇതിന്റെ എല്ലാം ആ വിജയത്തിന്റെയും പിതാവ് ഞാനാണ് എന്ന ഭാവത്തിൽ അഹങ്കരിക്കുന്ന, അതുപോലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ നേതൃത്വത്തിലായിരിക്കും പാർട്ടി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്, ഞാൻ ഉറപ്പിച്ചു പറയുന്നു 100-ൽ പരം സീറ്റ് ഉണ്ടാകും എന്ന് പറഞ്ഞ് ഇതിനെ മൊത്തത്തിൽ ഇതിന്റെ കൊട്ടേഷൻ ഏറ്റെടുത്ത് ഒരു സെൽഫ് ഡിക്ലെയർഡ് നേതാവായി ഒരു ഏകാധിപതിയെ പോലെ പെരുമാറുന്ന ആ കേക്കച്ചന്റെ മുഖത്തുള്ള ആദ്യത്തെ അടിയാണ് ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിലപാടുകളുടെ രാജകുമാരൻ എന്ന് വരുത്തി തീർക്കുവാൻ 2 കോടി റീൽസും ഷോർട്സുമാണ് ഇയാൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞങ്ങൾ പറഞ്ഞു. പക്ഷേ അതെല്ലാം വിഫലമായി. ആ നിലപാടുകളുടെ
ആ നാറിയ നിലപാടുകളുടെ രാജകുമാരന്റെ തട്ടകത്തിലിതാ മേയർ സ്ഥാനത്തെ ചൊല്ലി കടിപിടി തുടങ്ങിയിട്ട് നാളുകളായി. നേതാക്കന്മാർ ചേരിതിരിഞ്ഞ് അടിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെയുള്ള മാപ്രകൾ ഇതിനെ അവലോകനം ചെയ്യുന്നത്, അവതരിപ്പിക്കുന്നത് ഇത് ഗ്രൂപ്പുകളുടെ തിരിച്ചുവരവാണ്, ഗ്രൂപ്പുകൾ തമ്മിലുള്ള ചേരിപ്പോരാണ്, ഗ്രൂപ്പുകൾ തിരിഞ്ഞുള്ള അടിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അതൊന്നുമല്ല. ഇത് വെറും ഒരു നാറിയ പാവാട പ്രശ്നമാണ്. ഈ UDF പാഞ്ചാലിയെ മുന്നിൽ നിർത്തിയാണ് ഈ കേക്കച്ചൻ എന്ന് പറയുന്നവൻ പല കാര്യങ്ങളും പാർട്ടിയിൽ നേടിയത്, പലരെയും ഒതുക്കിയത്, പലരെയും നിയന്ത്രണത്തിലാക്കിയത് എന്ന് ഞങ്ങൾ പറഞ്ഞു. ഇപ്രകാരം സംഭവിച്ചത് i2i ന്യൂസിന്റെ ഇമ്പാക്റ്റ് ആണ് എന്ന് പ്രേക്ഷകർക്കറിയാമല്ലോ. ഒരൊറ്റ മാധ്യമങ്ങളും ചർച്ച ചെയ്യാതിരുന്ന ഈ UDF പാഞ്ചാലിയുടെ പിന്നാമ്പുറ കഥകൾ, ഇവരാരാണ്, ഇവർ പല വിവാഹം കഴിച്ചവരാണ്, ഇവർ ഈ കേക്കച്ചന്റെ ബിനാമിയാണ്, ഇവരുടെ ബാംഗ്ലൂർ ബന്ധങ്ങൾ, ഒന്നുമില്ലാതെ കിടന്ന ഇവർ എങ്ങനെ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ കോടീശ്വരിയായി എന്നതിൻ്റെയൊക്കെ വലിയ വിവരങ്ങൾ, ആ നാറിയ കഥകൾ ഇവിടെ കെട്ടഴിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ ചൂട് കിട്ടിയപ്പോൾ തന്നെ ഇത് അടുത്ത ചർച്ചകളിലേക്ക് പോയാൽ തൻ്റെ അടിത്തറ ഇളകും, തൻ്റെ തല പോകുമെന്ന് മനസ്സിലാക്കിയ കേക്കച്ചൻ ഇവരെ നിഷ്കരണം തള്ളിക്കളയുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. എൻ്റെ തല, എൻ്റെ ഫുൾ ഫിഗർ, എൻ്റെ ഭാവി, എൻ്റെ കസേര എന്ന ലക്ഷ്യം വെച്ച് മാത്രം പോകുന്ന ഈ സെൽഫിഷായ ഈ നെട്ടൂർ കേക്കച്ചൻ, ഈ ഒതുക്കീശൻ സകല നേതാക്കന്മാരെയും പല നേതാക്കന്മാരെയും ഒതുക്കി ആ പദവിയിലെത്തിയ ഇയാളെ സംബന്ധിച്ചോളം ഇയാൾക്ക് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പോലും അയാൾക്ക് ഒരിക്കലും താങ്ങാൻ പറ്റുന്നതല്ല. ഇത് തൻ്റെ നേരെ വരുന്ന ബൂമറാങ്ങാണ്. ഇവർ മേയറായാൽ ഇവർ തമ്മിലുള്ള ഇടപാടുകളും സകല കാര്യങ്ങളും പുറത്തു വരും എന്ന് പേടിച്ച കേക്കച്ചൻ തന്നെയാണ് ഷിയാസിനെ കൊണ്ട് ഈ പണി ചെയ്യിപ്പിച്ചത്, പ്രഖ്യാപിച്ചത്. നമുക്കിനി കാണാൻ പോകുന്നത് കേക്കച്ചന്റെ സ്വന്തം വലം കൈയായ, കേക്കച്ചന്റെ ചട്ടുകമായ ഷിയാസിനെ കൊണ്ട് തന്നെ ഈ UDF പാഞ്ചാലിയുടെ കഴുത്തറക്കുന്ന കാഴ്ച. ഇത് ഒരു സമുദായ പ്രശ്നമാണ്, സമുദായത്തിന്റെ ആവശ്യം കൊണ്ടാണ് ഇപ്രകാരം നടന്നത് എന്നൊക്കെ വരുത്തി തീർത്ത് രക്ഷപ്പെടുവാനുള്ള, എന്നിട്ടിപ്പോൾ ഇതാ ചില മാധ്യമങ്ങളിലൂടെ ഈ പറയുന്ന UDF പാഞ്ചാലി KC വേണുഗോപാലിന്റെ അടുത്ത ആളാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമവും ഇയാൾ നടത്തുന്നുണ്ട്. ഇതെല്ലാം ഇയാളുടെ PR ഏജൻസികൾ കൊടുക്കുന്ന തിരക്കഥ അനുസരിച്ചിട്ടാണ്. കാരണം ഈ മരണത്തിന്റെ ആ കുന്തമുന തൻ്റെ മുഖത്തു നിന്നും മാറി KC വേണുഗോപാലിന്റെ നെഞ്ചത്തേക്കാക്കുവാനുള്ള ശ്രമമാണ് അതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. KC മോശമൊന്നുമല്ല, KCയും ഇതിനകത്തെ ഒരു കൽപ്രിട്ട് തന്നെയാണ്, KCയുടെയും വേണ്ടപ്പോൾ തന്നെയാണ്. ഇതിലെ പ്രധാനപ്പെട്ടവന്മാരുടെ എല്ലാം വേണ്ടപ്പെട്ടവളാണ് ഈ UDF പാഞ്ചാലി എന്ന് ഞങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. അതുകൊണ്ട് ആർക്കും ഇവരെ തള്ളിക്കളയാൻ പറ്റത്തില്ല, ഇവരെ ഒഴിവാക്കാനും പറ്റത്തില്ല. പക്ഷേ ഈ സാഹചര്യത്തിൽ ഇവരെ മേയറാക്കിയാൽ ഇവരുടെ പഴയ നാറിയ കഥകളും ഇവന്മാർ തമ്മിലുള്ള ഇടപാടുകളും മറ്റ് ബിനാമി ബിസിനസ്സുകളും എല്ലാം പുറത്തു വരുമെന്ന് ഭയന്നാണ് ഇപ്രകാരം ഒരു ഡിസിഷൻ എടുത്തത്. ഇത് i2i ന്യൂസിന്റെ ഇമ്പാക്ട് തന്നെയാണ്. കേക്കച്ചന്റെ വലങ്കയായ ഷിയാസ് ഈ UDF പാഞ്ചാലിയെ തള്ളിപ്പറയുന്നത് കണ്ട ശേഷം ഉടനെ നമുക്ക് തിരികെ വരാം. കൊച്ചിൻ കോർപ്പറേഷനിലെ UDFന്റെ ഉജ്ജ്വലമായ വിജയം ഈ നാട്ടിൽ ജനങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് UDFന്. ആ വിജയം 100% ആത്മാർത്ഥതയോടുകൂടി ഈ നാടിൻ്റെ വികസനത്തിനും സാമൂഹിക ക്ഷേമ പുരോഗതിക്കും UDF അംഗങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് മുന്നോട്ട് കൊണ്ടുപോകും. സ്വാഭാവികമായും 26-ാം തീയതി മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസിൻ്റെ മേയറെയും ഡെപ്യൂട്ടി മേയറെയും തിരഞ്ഞെടുക്കാനുള്ള കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ UDFന്റെ നേതാക്കന്മാരുമായി ചർച്ച നടത്തി, കോൺഗ്രസിൻ്റെ വിവിധ തലങ്ങളിലുള്ള മുതിർന്ന നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകളുമായി ചർച്ച നടത്തി, UDFന്റെ കോർ കമ്മിറ്റി കൂടി അതിനകത്ത് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് കഴിഞ്ഞ 3 ടേമായി കൗൺസിലിലെ വിവിധ പദവികൾ അലങ്കരിച്ച ഈ പ്രാവശ്യം 4ാമത്തെ ടേമായി ജയിച്ചു വന്ന ശ്രീമതി VK മിനിമോൾ മേയർ സ്ഥാനാർത്ഥിയായി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി ഈ 26-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. മേയറായി VK മിനിമോളെയും ഡെപ്യൂട്ടി മേയറായി യൂത്ത് കോൺഗ്രസിൻ്റെ ഓൾ ഇന്ത്യ കോർഡിനേറ്റർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൈപ്പിനിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച
ശ്രീ ദീപക് ജോയിയാണ്. ദീപക് ജോയി 2ാം വട്ടമാണ് കോർപ്പറേഷൻ കൗൺസിലർ ആകുന്നത്. ദീപക് ജോയിയെയും രണ്ടുപേരെയുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് ഈ രണ്ടുപേരെയും ഞങ്ങൾ ഈ പദവികൾ ഏൽപ്പിക്കുന്നത്. വളരെ നന്നായി പ്രവർത്തിക്കുന്ന, ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, നല്ല ജനകീയ അംഗീകാരമുള്ള 2 ജനപ്രതിനിധികളാണ് മേയറും ഡെപ്യൂട്ടി മേയറുമായി മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു വലിയ ആത്മവിശ്വാസത്തിലാണ്. കാരണം എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനും രാഷ്ട്രീയ വിവേചനമില്ലാതെ കൊച്ചിൻ കോർപ്പറേഷൻ്റെ നഗരവികസനത്തിനും മറ്റ് പ്രവർത്തനങ്ങൾക്കും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും സഹായത്തോടു കൂടി ഈ നഗരത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഒക്കെ പരിഹാരം കാണാൻ കഴിയാവുന്ന നല്ല പരിചയമുള്ള, അതിന് പ്രാപ്തിയുള്ള 2 പേരെയാണ് ഞങ്ങൾ ഏൽപ്പിക്കുന്നത്. തികഞ്ഞ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ ആദ്യത്തെ 2.5 വർഷക്കാലം, ആദ്യത്തെ ടേം 2 ടേമായിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ആദ്യത്തെ 2.5 വർഷക്കാലം ഇവർ 2 പേരും, പിന്നീട് വരുന്ന 2.5 വർഷക്കാലം ഒന്ന് മേയറായ ഷൈനി മാത്യുവും, രണ്ടാമത്തേത് ശ്രീ KVP കൃഷ്ണകുമാറുമാണ്. അവരും ഈ നഗരസഭയിലെ നിരവധി വട്ടം കൗൺസിലർമാരും വിവിധ പദവികൾ അലങ്കരിച്ച ആളുകൾ കൂടിയാണ്. സ്വാഭാവികമായും കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടക്കേണ്ട പ്രവർത്തനങ്ങളും ഒറ്റക്കെട്ടായി ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയാവുന്ന ഐക്യത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളും ഈ നഗരസഭാ ഭരണത്തിന് കൂടുതൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനും മുന്നോട്ട് പോകാനും തുടങ്ങി വെച്ച പദ്ധതികൾ പൂർത്തീകരിക്കാനും കഴിയും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അല്ല, ഞങ്ങൾ പരിഗണിക്കേണ്ട എല്ലാ ആളുകളെയും പരിഗണിച്ചിട്ടാണ് ഞങ്ങൾ സാധാരണ ആദ്യമായിട്ടല്ല ടൈം തീരുമാനിക്കുന്നത്. ഞങ്ങൾ നഗരസഭയിലും അതുപോലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സീനിയറായി ജയിച്ചു വരുന്ന ആളുകൾക്ക് ടൈം തീരുമാനിച്ചു കൊടുക്കുന്നത് എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്വത്തോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. വികസനക്ഷേമ പ്രവർത്തനങ്ങളിലും അടിസ്ഥാന കാര്യങ്ങളിലും ഒക്കെ നിരവധി പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളികളായിട്ടുള്ള ആളുകളാണ് ഈ വരുന്ന ആളുകളൊക്കെ. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള ആളുകളുടെ കൂടി കഴിവുകൾ, ആ കഴിവുകൾ കൂടി അവർക്ക് ചെയ്യാൻ കഴിയാവുന്നത്ര കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഈ പറയുന്ന ഈ 4 പേരും ഇതിനേക്കാൾ പ്രഗത്ഭരായിട്ടുള്ള ആളുകളുമൊക്കെ ഈ കൗൺസിലുണ്ട്. ഇപ്പം എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയാവുന്ന ആളുകളാണ്. 100% പാർട്ടിക്കും അതുപോലെ തന്നെ ജനങ്ങൾക്കും വിധേയമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ പാർട്ടിയിലെ സീനിയർ ഭാരവാഹികളുണ്ടെങ്കിൽ അവരെ പരിഗണിക്കാമെന്നുള്ള സർക്കുലർ എന്തുകൊണ്ടാണ് ഇവിടെ നടപ്പാക്കാറുള്ളത്? പാർലമെന്ററി പാർട്ടിയിലെ ഭൂരിപക്ഷമാണോ അതിന് കാര്യമായി? അല്ല, എല്ലാ രീതിയിലുള്ള പരിഗണനകൾ അക്കാര്യങ്ങളിലുണ്ടായി. പാർട്ടിയിലെ സീനിയോറിറ്റി അത് ആദ്യമായിട്ടല്ല. ഇതിനു മുമ്പും വിവിധ തെരഞ്ഞെടുപ്പുകളിൽ വിവിധ മാനദണ്ഡങ്ങളാണ് പാർട്ടിയുടെ സർക്കുലറിൽ ഉണ്ടായിട്ടുള്ളത്, തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകുക. അപ്പോൾ എല്ലാ മാനദണ്ഡങ്ങളും പരിഗണിച്ചിട്ടാണ് സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പിലും ഇതുപോലെ അധ്യക്ഷ സ്ഥാനത്തേക്കും ഉപാധ്യക്ഷ സ്ഥാനത്തേക്കും ആളുകളെ തീരുമാനിക്കുന്നത്. ഇതിനു മുമ്പും പാർട്ടിയിൽ ഇതുപോലെ തന്നെ സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ അവർക്കും പലപ്പോഴും മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ പരിഗണനകളും ഉണ്ട്. പാർലമെൻ്ററി പാർട്ടിയിൽ ഒരു ജനാധിപത്യ പ്രക്രിയ എന്നുള്ള രീതിയിൽ ജയിച്ചു വരുന്ന കൗൺസിലർമാരുടെ കൂടി അഭിപ്രായം കേൾക്കുക എന്നുള്ളത് കൂടി കോൺഗ്രസ് പാർട്ടി അക്കാര്യത്തിലൊക്കെ ഒരു കൃത്യമായ തീരുമാനമെടുക്കുന്ന ഒരു പാർട്ടിയാണ്. അക്കാര്യവും മുതിർന്ന നേതാക്കന്മാരുടെ അഭിപ്രായവും എല്ലാം പരിഗണിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ബാക്കി വരുന്ന സ്ഥാനമാനങ്ങളിലേക്ക് ഇനി വരുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി, നിരവധി സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുണ്ട്, അതുപോലെ മറ്റു പല സ്ഥാനമാനങ്ങളുണ്ട്. ഒരാൾക്കും നിരാശപ്പെടേണ്ട ഒരു സാഹചര്യവും ഉണ്ടാകില്ല. എല്ലാവരെയും പരിഗണിച്ച് തന്നെയാണ് പോവുകയുള്ളൂ. ഷിയാസിന്റെ പ്രതികരണം കണ്ടല്ലോ. കേക്കച്ചന്റെ വലങ്കയ്യായ ഷിയാസാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. കോർ കമ്മിറ്റി കൂടി പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളെല്ലാം കൂടി ഐക്യകണ്ഠേനയാണ് തിരഞ്ഞെടുത്തത് എന്ന് പറയുമ്പോൾ പോലും വലിയ പ്രതിസന്ധിയാണിപ്പോൾ പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ
ദീപ്തിയെ പരിഗണിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അജയിൽ തറയിൽ നടത്തിയ വളരെ ഗുരുതരമായ പരാമർശങ്ങൾ ഒന്ന് കണ്ട ശേഷം ഉടനെ മടങ്ങി വരാം. KPCC മാനദണ്ഡങ്ങൾ പൂർണ്ണമായി ലംഘിക്കപ്പെട്ടു. കോർപ്പറേഷൻ തലത്തിലുള്ള കോർ കമ്മിറ്റി കൂടാതെ മേയറെ അനൗൺസ് ചെയ്തു. ഏത് മാനദണ്ഡത്തിൻ്റെ ഏത് KP സർക്കുലർ പ്രകാരമുള്ള ഏത് പ്രൊസീഡിങ്സാണ് ഇവിടെ ഉപയോഗിച്ചതെന്ന് ആരും വ്യക്തമാക്കിയിട്ടില്ല. മാത്രമല്ല ഇവിടെ ഒരു എല്ലാവരും കൂടിയുള്ളൊരു സമവായം ഉണ്ടാകണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ ഈ കൗൺസിലർമാരുടെ അഭിപ്രായം അറിയണമെന്ന് പറഞ്ഞു. കൗൺസിലർമാരുടെ അഭിപ്രായം അറിയാൻ ഞങ്ങളെ 3 പേരെ ചുമതലപ്പെടുത്തി. അതനുസരിച്ച് പിറ്റേ ദിവസം കൗൺസിലർമാരെ വിളിച്ചു കൂട്ടി. അവിടെ ഞാനും ഡൊമിനിക്കും DC പ്രസിഡന്റും കൂടിയാണ് അറിയാനായിട്ട് കോർ കമ്മിറ്റി ചുമതലപ്പെടുത്തിയത്. അപ്പോൾ അവിടെ വേണുഗോപാൽ കൂടി വന്നു. അപ്പോഴാണ് എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ തോന്നുന്നത്, തലേ ദിവസം രാത്രി ഈ മുഴുവൻ കൗൺസിലർമാരെയും ഗ്രൂപ്പ് തിരിഞ്ഞ നേതാക്കൾ ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു, പല തരത്തിലുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ആ ആളുകൾ തന്നെ പിറ്റേ ദിവസം ഞങ്ങൾ നിഷ്പക്ഷരാണ് എന്ന് വിളിച്ചു, ഞാനടക്കമുള്ള ആളുകൾ നിഷ്പക്ഷരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വന്നിരുന്ന് അഭിപ്രായം കേട്ട് തീരുമാനിക്കുന്നത് ഒരു ശരിയല്ല, അത് നീതിയുക്തമല്ല എന്നതുകൊണ്ട് ഞാൻ ആ പങ്കെടുത്തില്ല. ഇവർ അഭിപ്രായം കേട്ടു എന്ന് പറയുന്നു. ഭൂരിപക്ഷം അഭിപ്രായം ആരുടേതാണെന്ന് ആർക്കും അറിയത്തില്ല. അല്ലെങ്കിൽ KPC വന്നിരിക്കുന്നത് ഭൂരിപക്ഷം അഭിപ്രായം ഉള്ള ആളുകൾ ഒരു കൗൺസിൽ രണ്ടാളുടെയും വ്യത്യാസമാണെങ്കിൽ ഇത് ടേമാക്കാം എന്നൊക്കെ KPC പറഞ്ഞെങ്കിൽ അതൊന്നുമല്ല ബാധിച്ചത്. എന്താണ് യഥാർത്ഥത്തിൽ അന്നേ ദിവസം അവിടെ നടന്നത്? ഒരു ഗ്രൂപ്പ് അതിപ്രസരവും അതോടൊപ്പം തന്നെ അല്ല, അവിടെ DCCയിൽ ഗ്രൂപ്പ് അതിപ്രസരം നടന്നില്ല. പക്ഷേ തലേ ദിവസം ഒരു കാളരാത്രിയായിരുന്നു. എല്ലാ കൗൺസിലർമാരുടെയും വീടുകളിൽ അവരവരുടെ ഗ്രൂപ്പിൻ്റെ ആളുകൾ സമ്മർദ്ദത്തിന് വേണ്ടി നടക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു, നിരവധി ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഈ കേരളത്തിൽ നമ്മൾ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രൂപ്പ് എറണാകുളം ജില്ലയിലെ കോർപ്പറേഷൻ, എറണാകുളം ജില്ലയിൽ ഞാൻ പറയത്തില്ല, കോർപ്പറേഷൻ അധീനതയിൽ വളരെ രൂക്ഷമായി അതിതീവ്രമായി ഗ്രൂപ്പ് കളിയുടെ ഭാഗമായി മാറുകയും ഈ കോർപ്പറേഷൻ അധികാരിന്റെ മുന്നിൽ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞിരിക്കുന്നത് ശ്രീമതി ദീപ്തി മേരി വർഗീസിനെ മേയറാക്കുമെന്ന പരസ്യമായ ധാരണയിലായിരുന്നെങ്കിലും എല്ലാവരും മൗനസമ്മതത്തോടു കൂടിയുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. ആ ധാരണയെല്ലാം തെറ്റിച്ചുകൊണ്ട് ഗ്രൂപ്പിൻ്റെ ശക്തി തെളിയിക്കാനും ഗ്രൂപ്പിൻ്റെ അവസരവാദപരമായ നിലപാട് സ്വീകരിക്കാനും വേണ്ടി എടുത്ത ഒരു തീരുമാനമാണ് അത്. ആ തീരുമാനം ഈ കോർ കമ്മിറ്റി വിളിച്ചുകൂട്ടാതെ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതാണ് കാരണം. ദീപ്തി മേരി വർഗീസ് ഒരു സാധാരണ ഒരു കൗൺസിലറായിട്ട് KPC ജനറൽ സെക്രട്ടറി മാത്രമല്ല. ദീപ്തി മേരി വർഗീസ് 16ാമത്തെ വയസ്സിൽ മഹാരാജ് കോളേജിലെ, ഞാനൊക്കെ പഠിച്ച മഹാരാജ് കോളേജിലെ യൂണിറ്റ് ഭാരവാഹിയായിരുന്ന് SFIക്കാരുമായി പടപെറുതിയ ഒരു വനിതയാണ്. അവർ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുണ്ട്, മഹിളാ കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹിക്കൊണ്ട്, DCC ഭാരവാഹിക്കൊണ്ട് നിരവധി പാർട്ടി സ്ഥാനങ്ങൾ വഹിച്ച് പാർട്ടിക്ക് വേണ്ടി പോരാടുന്ന ഒരാളെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് അവർക്കൊരു ഗ്രൂപ്പുമില്ല, ഞങ്ങൾക്കാർക്കും ഒരു ഗ്രൂപ്പുമില്ല, ഏതെങ്കിലും ഗ്രൂപ്പിൽ ചേർന്നാൽ രക്ഷപ്പെടുത്തി തരാം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്. അങ്ങനെ ആ ഗ്രൂപ്പ് അതിപ്രസരത്തിന്റെ ഭാഗമായിട്ട് ഭീഷണി ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പരാതി KPCC പരിഗണിക്കേണ്ടതല്ല? അത് അല്ല, ഞങ്ങൾക്കാർക്കും ഭീഷണിയില്ല. കൗൺസിലർമാരെ വിളിച്ച് പലരും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളാണ് സീറ്റ് തന്നത് എന്നൊക്കെ പലരും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൗൺസിലർമാരെ ഭീഷണിപ്പെടുത്തി ഗ്രൂപ്പ് മാനേജർ ചില ആളുകളെ ശക്തമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ തന്നെയാണ് ഈ ഒരു സംവിധാനത്തെ കൊണ്ടുവന്നത്. പക്ഷേ ഈ എറണാകുളം ജില്ലയിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരെ, മേയർമാരെ, ചെയർമാൻമാരെ എല്ലാം വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഗ്രൂപ്പിൻ്റെ യാതൊരു അതിപ്രസരവും ഇല്ലാതെ ഒന്നിച്ചിരുന്ന് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ കോർപ്പറേഷനിൽ മാത്രമാണ് ഗ്രൂപ്പ് അതിപ്രസരം വന്നത്. അത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അതാണ് നമ്മുടെ പ്രശ്നം. തലേന്ന് രാത്രി വ്യാപകമായ കൗൺസിലർമാരെ സ്വാധീനിക്കാനും മറ്റ് പല ഓപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇനി അവരെ വിളിച്ചിരുത്തി സംസാരിക്കുക. അങ്ങനെയാണ് KPCC ആൾ വന്ന്, നിഷ്പക്ഷമായ ഒരാൾ വന്ന് ഈ കൗൺസിലർമാർ ചോദിക്കണം. അല്ലെങ്കിൽ ഒരു ബാലറ്റ് വോട്ടിംഗ് നടത്തണമായിരുന്നു. അതൊന്നും ചെയ്യാതെ ഈ തലേ ദിവസം നടന്ന് ഓപ്പറേറ്റ് ചെയ്ത ആളുകൾ അതിന് ഇരുന്നു കൊണ്ട് അവരോട് അഭിപ്രായം ചോദിക്കുക, എന്നിട്ടൊരു തീരുമാനം പ്രഖ്യാപിക്കുക. ആ പറയുന്നത് വളരെ വിചിത്രമായ അജണ്ടയുടെ ഭാഗമാണെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു അജണ്ട ഉണ്ടാകാം. ദീപ്തിയെ മേയറാക്കാതിരിക്കാനുള്ള ഒരു അജണ്ട ഇവിടെ ഓപ്പറേറ്റ് ചെയ്തത് അത് ആരാണെന്ന് എനിക്കറിയത്തില്ല. ആ മേയറാക്കാതിരിക്കാനുള്ളൊരു ഓപ്പറേഷൻ, അതിന് ഒരു സംവിധാനം, ഒരു പുതിയ ഗ്രൂപ്പ് സംവിധാനം, ഇതൊക്കെയാണ് ഇവിടെ ഉണ്ടായത്. ശരിക്കും ഇത് ആലുങ്കാപഴുത്തപ്പോൾ കാക്കയ്ക്ക് വായിൽ പുണ്ണ് എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലായി. എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു കേക്കച്ചനും
UDF പാഞ്ചാലിക്കും. ആ പദവിയിൽ കൊണ്ടിരുത്തി 10,000 വരുന്ന കോടികളുടെ ആ ഫണ്ടെല്ലാം മാനേജ് ചെയ്യുവാൻ തൻ്റെ കയ്യാളായ തൻ്റെ ബിനാമിയായ UDF പാഞ്ചാലിയെ ഇരുത്തി തകർത്തു വാരാമെന്ന് വിചാരിച്ച ആ കേക്കച്ചൻ്റെ ആ കാൽക്കുലേഷനുകളെ കൊച്ചിയിലെ നേതാക്കന്മാർ വെട്ടിക്കളഞ്ഞു. നിലപാടുകളുടെ രാജകുമാരൻ, രാഷ്ട്രീയ ചാണക്യൻ എന്നൊക്കെ പറഞ്ഞ ഈ അമേദ്യത്തിന് ഇയാളെ സത്യം പറഞ്ഞാൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്നത് രാഷ്ട്രീയ അമേദ്യം എന്നാണ്. 10,000 രൂപയും കോഴിക്കാലും ഒരു കുപ്പി റമ്മും കിട്ടുമ്പോൾ ചില വക്കീലന്മാർ ഈ നെട്ടൂർ കേക്കച്ചനെ, ഈ ഒതുക്കീശനെ ചാണക്യൻ 2026 ഇവന്റെയാണ് എന്നൊക്കെ മാധ്യമങ്ങളിലൂടെ ഇരുന്ന് ദിവസക്കൂലിക്ക് ഇരുന്ന് പറഞ്ഞതുപോലെയല്ല. ഇവൻ വെറും യാതൊരു നിലപാടുമില്ലാത്ത അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന, സ്വന്തം കാര്യം സ്വന്തം ഇമേജിൽ മാത്രം കോൺഷ്യസ് ഉള്ള ഒരു സെൽഫിഷാണ് എന്ന് കഴിഞ്ഞ 10-25 വർഷം കൊണ്ട് ഇയാളെ അറിയാവുന്ന എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ നിലപാടുകളുടെ രാജകുമാരൻ എന്ന് പറയുന്ന ഇവൻ നാണം കെട്ട് എടുത്ത എല്ലാ നടപടികളും അടിപടലം പാളുന്നതാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. രാഹുലിനെതിരെ തിടുക്കപ്പെട്ട് ഇയാൾ ഒറ്റയൊരുത്തനാണ് ഈ കിങ്ങിണിക്കുട്ടനെയും ആ പെണ്ണിത്താനെയും ഒക്കെ ഇറക്കി രാഹുലിനെ ഈ തെരഞ്ഞെടുപ്പ് സമയത്തും വ്യക്തിഹത്യ ചെയ്തു. അതുപോലെ തിടുക്കപ്പെട്ട് ഒരു കീഴ്ക്കോടതിയുടെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ അവർ തള്ളി എന്ന ഒരൊറ്റ കാരണത്താൽ ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും എടുത്ത് പുറത്താക്കി. അയാൾ ഓർത്തു അതോടുകൂടി രാഹുലിന്റെ ആ കരിയർ തീർന്നു, ഇയാൾ ജയിലിലായി എന്ന് കരുതി. എന്നാൽ കോടതിയിൽ കനത്ത തിരിച്ചടി ഇവർക്ക് നേരിടേണ്ടി വന്നു. രാഹുലിനെ ഒന്നും ചെയ്തില്ല. രാഹുൽ പാലക്കാട് ആ തിരഞ്ഞെടുപ്പ് സമയത്ത് അവിടെ എത്തി, വോട്ട് ചെയ്തു, ശക്തനായി തിരികെ വന്നു. ആ ഫലപ്രഖ്യാപനം വന്നപ്പോൾ രാഹുൽ ആർക്കു വേണ്ടിയാണോ വോട്ട് ചെയ്ത് ആ സ്ഥാനാർത്ഥി ആദ്യമേ ചെന്നത് രാഹുലിനെ കാണാൻ വേണ്ടിയാണ്. പാർട്ടിയുടെ ശക്തമായ ഭീഷണി ഉണ്ടായിട്ട് പോലും അദ്ദേഹം രാഹുലിനെ കാണുവാൻ ചെന്നു. ആ സ്നേഹപ്രകടനങ്ങൾ നടത്തി. രാഹുലിന്റെ MLA സ്ഥാനം ഇവന്മാർക്ക് കളയുവാൻ സാധിച്ചില്ല. കൂടുതൽ ശക്തനായി മാറി രാഹുൽ. അതുപോലെ PV അൻവർ എന്ന ആ പാഷാണത്തെ, ജനങ്ങൾ വെറുക്കുന്ന ഇതുപോലൊരു പാഷാണത്തിൽ കൃമിയെ ഇയാൾ ആദ്യം പറഞ്ഞു ഇയാളെ UDFിലേക്ക് അടുപ്പിക്കില്ല, UDFിന്റെ ഭാഗമാക്കില്ല, ഒരു ഒറ്റ നിലപാടേ ഉള്ളൂ, അത് അടഞ്ഞ അധ്യായമാണ് എന്ന് പറഞ്ഞ് ആ കേക്കച്ചൻ തന്നെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു PV അൻവറിനെയും അയാളുടെ തൃണമൂൽ കോൺഗ്രസിനെയും UDFിന്റെ ഘടകകക്ഷിയാക്കാൻ പോകുന്നു. സാങ്കേതികമായി ചില അസോസിയേറ്റ് എന്നൊക്കെ കൊടുത്താൽ പോലും, അസോസിയേറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അയാൾ ഇന്ന് UDFിന്റെ ഒരു ഘടകകക്ഷിയായി മാറി. അയാൾ ആ UDF പ്രസ്ഥാനത്തിന്റെ അംബ്രല്ലയുടെ കീഴിലായി. അതിനകത്ത് ഒരു അസോസിയേറ്റ് എന്ന് പറയുന്നതിനകത്ത് വെറും സാങ്കേതികം, ഇവന്റെ ഒരു സൈക്കോളജിക്കൽ എന്താ പറയുന്നത് ഒരു പിടിവള്ളി മാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ആ അൻവർ വിഷയത്തിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നു. PV അൻവർ എന്തൊക്കെയാണ് നിയമസഭയിൽ വിളിച്ചു പറഞ്ഞത്? ആ AICCയുടെ മീൻവണ്ടിയിൽ കൊണ്ടുവന്ന 30 കോടി രൂപ അടിച്ചു മാറ്റിയ ആ കള്ളനാണെന്ന് പറഞ്ഞവൻ തന്നെ ആ അൻവറിനെ തിരികെ എടുക്കേണ്ട ഗതികേട് വന്നു. കാരണം എന്തുകൊണ്ടാ? ഈ നാറിയ നിലപാടുകളുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഇവൻ മുസ്ലിം ലീഗിനെ പേടിച്ച് പെടുത്തിട്ടാണ് അപ്രകാരം ഒരു തീരുമാനമെടുത്തതെന്ന് നമ്മൾ മനസ്സിലാക്കണം. UDFിൽ അൻവറിനെ മാത്രം എടുത്തു എന്ന് വരുത്തി തീർക്കാതിരിക്കുവാൻ വേണ്ടിയാണ് തിടുക്കപ്പെട്ട് ആ ജാനുവിനെയും ആ അഡ്രസ് ഇല്ലാത്ത വിഷ്ണുപുരത്തെയും ഒക്കെ ഇവൻ UDFിന്റെ ഘടകകക്ഷിയാക്കി എന്ന് പ്രഖ്യാപിച്ചത്. അൻവർ വിഷയത്തിൽ ഇയാൾക്ക് യാതൊരു നിലപാടുമില്ല, ഇവന് യാതൊരു സ്റ്റാൻഡുമില്ല. മുസ്ലിം ലീഗിനെ പേടിച്ച് പെടുത്താണ് അപ്രകാരം ഒരു തീരുമാനമെടുത്തതെന്ന് പറയുമ്പോൾ തന്നെ ഇവൻ എവിടുത്തെ നിലപാടുകളുടെ രാജകുമാരനാണ്? ഏതോ ആമ്പിള്ളാർക്ക് 2 കോടി റീൽസും ഷോർട്സും ഇറക്കുവാൻ കോടികൾ കൊടുത്ത് ഈ കൊള്ളമുതലിന്റെ ഒരു ഭാഗം എടുത്ത് റീൽസും ഷോർട്സും ഉണ്ടാക്കുവാൻ PR കൊടുത്തവന്മാരുടെ ബുദ്ധിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവന് യാതൊരു നിലപാടുമില്ലാത്ത വെറും ആ നെട്ടൂരിലെ പഴയ മണി ജെയിൻ തട്ടിപ്പുകാരനാണ്. അതിൽ നിന്നും ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ വിഷ്ണുപുരവുമായി ബന്ധപ്പെട്ട കാമരാജ് കോൺഗ്രസ്, അപ്രകാരം ഒരു കോൺഗ്രസ് ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇതുപോലെ ഒരു ഗതികേട് സത്യം പറഞ്ഞാൽ UDFിനുണ്ടോ? ഇതുപോലുള്ളവന്മാരെയൊക്കെ എടുത്ത് വലിച്ചു കയറ്റി ഈ പ്രസ്ഥാനത്തിനകത്ത് അവന്റെ കൂടെ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ്, ഒരു കോൺട്രിബ്യൂഷൻ ഈ പ്രസ്ഥാനത്തിന് നൽകുവാൻ ശേഷിയുള്ള ആളാണോ? അല്ല.
അതുപോലുള്ള എലമെന്റുകളെല്ലാം വലിച്ചു കയറ്റിവെച്ച് അവസാനം ആ വിഷ്ണുപുരത്തിന്റെ കയ്യിൽ നിന്നും ആ അഡ്രസ് ഇല്ലാത്തതിന്റെ കയ്യിൽ നിന്നും പോലും അടി വാങ്ങിയിട്ട് നിൽക്കുകയാണ് ഈ നാറിയ നിലപാടുകളുടെ രാജകുമാരൻ. ഒന്ന് ഓർത്തു നോക്കി. അയാൾ ആപ്ലിക്കേഷൻ തന്നു, അതിൻ പ്രകാരം ഒരു അസോസിയേറ്റ് മെമ്പർ ആക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ച് ഉടൻ തന്നെ ഇയാൾ വന്നു, എടാ കേക്കച്ച, ഞാൻ അപ്രകാരം ഒരു ആപ്ലിക്കേഷൻ തന്നു എങ്കിൽ അതൊന്ന് കാണിക്കാൻ പറ്റുമോ എന്ന് വെല്ലുവിളിച്ചു. അതുപോലെ ഇയാൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും ഇയാൾ വെല്ലുവിളിച്ച് ഖണ്ഡിച്ചു. ഈ കേക്കച്ചന് പറയുവാൻ ഒന്നുമില്ല. നാറിയ നിലപാടുകളുടെ രാജകുമാരൻ. ഇയാൾക്ക് എന്ത് നിലപാടാണുള്ളത് എന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കണം. ഈ പെയ്ഡ് മാധ്യമങ്ങൾ, ഇയാളുടെ PR പണം പറ്റുന്ന ഈ മാമാ മാധ്യമങ്ങളാണ് ഇയാൾക്ക് ഇപ്രകാരമുള്ള പരിവേഷങ്ങൾ ചാർത്തി കൊടുക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ ഇപ്പോൾ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ റീൽസിലൂടെയും ഷോർട്സിലൂടെയും ഇയാളുടെ PR ഏജൻസിയാണ് ഇയാൾ എന്തോ വലിയ സംഭവമാണെന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഈ കൊച്ചി വിഷയത്തിലും ഇദ്ദേഹം പറഞ്ഞു, സാമുദായിക നേതാക്കന്മാരോ ബിഷപ്പന്മാരോ അല്ല UDFന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്തായി കേക്കച്ച? കത്തോലിക്ക സഭയിലെ 4-5 ബിഷപ്പന്മാർ ചേർന്ന് ഞങ്ങളുടെ 24 ലത്തീൻ കത്തോലിക്ക സമുദായാംഗങ്ങൾ ഞങ്ങൾ പിന്തുണ പിൻവലിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഞങ്ങൾ പറയുന്ന ആ ഡിമാൻഡ് അംഗീകരിച്ചില്ലെങ്കിൽ കൊച്ചിയിൽ ആ മേയർ സ്ഥാനാരോഹണം നടക്കുന്ന ആ ദിവസം ഞങ്ങളുടെ 26 മെമ്പർമാരും രാജിവെക്കും എന്ന ഒരു സന്ദേശം രാത്രിയിൽ കൊടുത്തപ്പോൾ തന്നെ കേക്കച്ചൻ കിടന്നുപെടുത്തു എന്നാണ് വിവരം. അന്നേരം തന്നെ ആ നാറിയ നിലപാട് മാറ്റിവെച്ചു. എന്നിട്ട് ബിഷപ്പന്മാരുടെ കാലിൽ സാഷ്ടാംഗം വീണു, ലേലുവല്ലു ലേലുവല്ലു, മാപ്പ് പറ്റിപ്പോയി, നിങ്ങൾ കൽപ്പിച്ചാലും ഞങ്ങൾ അത് അനുസരിക്കാമെന്ന് ഇയാൾ പറഞ്ഞു. അങ്ങനെയാണ് കൊച്ചിയിൽ VK മിനിമോൾ സ്ഥാനാർത്ഥി ആകുന്നത്. നിലപാടുകളുടെ രാജകുമാരൻ, രാഷ്ട്രീയ ചാണക്യൻ, ചക്ക കുഴയുന്നത് പോലെ കുഴയുന്നതാണ് നാം കാണുന്നത്. ഇതുപോലൊരു അമേദ്യത്തെയാണ് ഇവിടെയുള്ള ഈ PR, ഇയാളുടെ കാശ് മേടിച്ച് തിന്നുന്നവന്മാർ, രാഷ്ട്രീയ ചാണക്യൻ, നിലപാടുകളുടെ രാജകുമാരൻ എന്നൊക്കെ വാഴ്ത്തിപ്പാടുന്നതെന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. ഇവൻ എന്ത് നിലപാടാണുള്ളത്? എന്ത് നിലപാടാണുള്ളത്? അതുപോലെ തന്നെ പിണറായി വിജയൻ ഇന്ന് വന്ന് വെല്ലുവിളിക്കുന്നത് കണ്ടു. സ്വർണ്ണക്കൊള്ള നടത്തിയ പോറ്റി സോണിയാഗാന്ധിക്ക് എന്തുകൊണ്ടാണ് രാഖി കെട്ടിക്കൊടുക്കുന്നത്, അടുത്ത് നിൽക്കുന്നത്, മാലയണിയുന്നത് എന്നൊക്കെ വിശദീകരിക്കണമെന്ന് പറഞ്ഞു. പോറ്റിയെ കേറ്റിയെ എന്ന ഏതോ ആമ്പിള്ളാർ എഴുതിയ പാട്ടെടുത്ത് പൊക്കിപ്പിടിച്ചുകൊണ്ട് അതിന്റെ പിതൃത്വവും കൂടി ഏറ്റെടുത്ത് നടക്കുന്ന കേക്കച്ചൻ വിശദീകരിക്കണം. ഒരു സാധാരണ ഏതെങ്കിലും ഒരു നേതാവിന്, കേരളത്തിലെ ഏതെങ്കിലും ഒരു തലമുതിർന്ന നേതാവിന് പോലും അങ്ങനെ ഓടിച്ചെന്ന് ഈ സോണിയാഗാന്ധിയെ കാണാൻ സാധിക്കുമോ? ഇല്ല. മുതിർന്ന നേതാക്കൾക്ക് പോലും അവരെ കാണുവാൻ അത്ര പെട്ടെന്നൊന്നും സാധിക്കത്തില്ല. പിന്നെ ഈ വാളിൽ പോറ്റി എങ്ങനെ പോയി? ആരാണ് അവരെ ഈ സോണിയയുടെ മുന്നിൽ എത്തിച്ചത്? അവർക്ക് ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് എന്ന് ഈ കേക്കച്ചനും ഈ UDFന്റെ നേതാക്കന്മാരും വിശദീകരിക്കണം. അത് വിശദീകരിക്കുവാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. നിലപാടുകളുടെ രാജകുമാരൻ. ആളുകൾ നിന്നെയൊക്കെ ആട്ടില്ലേ? എന്ത് നിലപാടാണുള്ളത്? ഈ UDF പാഞ്ചാലിയെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കുകയും മുന്നിൽ നിർത്തുകയും പലരുടെ അടുത്തയക്കുകയും എല്ലാം ചെയ്തിട്ട് അവസാനം അവരെ ഇതാ കറിവേപ്പില പോലെ എടുത്തു കളഞ്ഞു. വളരെയേറെ വിഷമമുണ്ട്. ഇന്നലെയും ഇന്നുമൊക്കെ അവർ നനഞ്ഞ കോഴി നിൽക്കുന്നത് പോലെ കഴിഞ്ഞ ദിവസം വരെ രാജകീയമായി തല ഉയർത്തി കൊച്ചിയുടെ മേയർ എന്നും പറഞ്ഞ് വാഴ്ത്തിപ്പാടിക്കൊണ്ടിരുന്ന അവരെ എത്ര പെട്ടെന്നാണ് എടുത്ത് ഇവന്മാർ താഴെയിട്ട് ചവിട്ടിക്കൂട്ടിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത്രയേ ഉള്ളൂ ഇവന്മാരുടെ നിലപാടുകൾ. നിലപാടിൻ്റെ നാറിയ രാജകുമാരൻ. ഇതാണോ നിലപാട്? ഇതിനെയാണ് നമ്മൾ അപ്പോ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന നിലപാട് എന്ന് പറയുന്നത്. സ്വന്തം കാര്യം സിന്ദാബാദ്. ഇത്രയും സെൽഫിഷായിട്ടുള്ള, ഒന്നോർക്കുക, ഇയാൾക്കൊരു അഡ്രസ് ഉണ്ടാക്കി കൊടുത്ത, ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മാനം കാത്ത ആ രാഹുൽ മാങ്കൂട്ടത്തെ നിർദാക്ഷിണ്യം തേൻകണയിൽപ്പെടുത്തി ചവിട്ടിക്കുട്ടി കളഞ്ഞവനാണ് ഈ കേക്കച്ചൻ എന്ന് മനസ്സിലാക്കണം. ഇവൻ അഡ്രസ് ഇല്ലായിരുന്ന സമയത്ത്, ഇവൻ എൻട്രി ഇല്ലായിരുന്ന സമയത്ത് ഈ UDF പാഞ്ചാലിയായിരുന്നു ഇവന് വേണ്ടി മാധ്യമങ്ങളിലൂടെ ഈ PR പണി ചെയ്യുകയും പല പണികളും ചെയ്യുവാൻ പോയത്. അവരെ എത്ര പെട്ടെന്നാണ് ഇവനെടുത്ത് ഒന്നുമല്ലാതാക്കി കളഞ്ഞ് ഷിയാസിനെ വെച്ച് ഇപ്രകാരം ഒരു പ്രഖ്യാപനം നടത്തിയത് എന്ന് നമ്മൾ കണ്ടു. ഇനി N വേണുഗോപാൽ പറയുന്നത് കേൾക്കാം. ഈ N വേണുഗോപാലിനെ കുറിച്ച് ഓർക്കണം.
ഈ വേണുഗോപാലിനെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് വിമതയായി ഇവർ മത്സരിച്ചത് എന്ന് മറന്നു പോകരുത്. ഈ എൻ വേണുഗോപാൽ കൊച്ചിയുടെ മേയറാകാതിരിക്കുവാൻ വേണ്ടിയാണ് ഈ കേക്കച്ചൻ അന്ന് ഈ UDF പാഞ്ചാലിയെ വിമത സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ചത്, ഇയാളെ തോൽപ്പിക്കുവാൻ ശ്രമിച്ചത്. ഇന്ന് എന്തെങ്കിലും അപകർഷണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഈ എൻ വേണുഗോപാൽ ന്യൂട്രലായി കളിക്കുകയാണ്. പക്ഷേ അയാളുടെ ഉള്ളിലിരിപ്പ് എന്താണ്, അയാൾ ചെയ്ത പണി എന്താണ്, അയാൾ ഉള്ളാലെ ചിരിക്കുന്നത് ഈ എൻ വേണുഗോപാലിന്റെ വാക്കുകളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം. എൻ വേണുഗോപാലിന്റെ പ്രതികരണത്തിലേക്ക്. ഞാൻ വിളിക്കാത്തടത്ത് കയറി ചെല്ലാത്ത ഒരാളാണ്, വിളിച്ചിടത്ത് കയറിയിരിക്കും. ക്ഷണിക്കപ്പെട്ട അനുസരിച്ചാണ് വന്നത്. തീർച്ചയായിട്ടും. പിന്നെ അല്ലെങ്കിൽ ഞാൻ ഇരിക്കില്ലല്ലോ. എന്നെ പോലുള്ള ഒരു 55-60 വർഷത്തെ കോൺഗ്രസിനകത്ത് മെമ്പർഷിപ്പുള്ള ഒരാൾ വിളിക്കാത്തൊരു വേദിയിൽ ഒരിടത്തും ഞാൻ പോയില്ല. ഞാൻ നിങ്ങൾക്ക് വരുന്ന ഏതെങ്കിലും വേദികളിൽ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ? ഞാൻ അവിടെ ഇരിക്കാൻ വേണ്ട എന്ന് തീരുമാനിച്ച വേണ്ട. വന്നതിന് ശേഷമാണ് പിന്നീട് കാര്യങ്ങളൊക്കെ ഉണ്ടായതെന്ന ആരോപണത്തോടെ ദീപ്തിയെ മാറ്റാനുള്ള അജണ്ടയ്ക്ക് തുടക്കം കുറിച്ചത് വേണിച്ചേട്ടന്റെ വരവോട് കൂടിയാണ്. എനിക്കറിയില്ല. ഈ ഐ ഗ്രൂപ്പിനിടയിൽ ഒരു കൺസെൻസസ് ഉണ്ടാക്കാൻ പറ്റാതെ പോയതാണ് ഈ പ്രശ്നങ്ങൾക്കിടയിൽ. അതുണ്ടായില്ല. അതല്ലേ ഇപ്പം കണ്ട റിസൾട്ട് അതാണെന്നാ ഞാൻ കരുതുന്നത്. അറിയില്ല ഏത് ഗ്രൂപ്പാന്ന് എനിക്കറിയില്ല. ഒന്നുമില്ല, ഗ്രൂപ്പില്ലാത്തതാണ് ഇത്തവണ സംഭവിച്ചിരിക്കുന്നത്. എൻ വേണുഗോപാലിന്റെ വെറുതെ അത് വെറുതെ അത് കൗൺസിലർമാരുടെ അഭിപ്രായം ചോദിക്കുന്നതിനകത്തൊരു സ്വതന്ത്രമായി അത് അജയ് തറയില് വെച്ച നിർദ്ദേശമാണ്. കൗൺസിലർമാരുടെ അഭിപ്രായം ചോദിക്കണം എന്നുള്ളത്. അതിനകത്ത് ഞാൻ ആ അഭിപ്രായം വേണ്ടെന്നുള്ളതായിരുന്നു. ഓരോരുത്തരെ ചോദിച്ച് അവരുടെ അഭിപ്രായം പറഞ്ഞ് ഒരു ഭിന്ന കക്ഷികളാക്കേണ്ട, എല്ലാവരെയും കൂടി ഇത് ചെയ്തിട്ട് പാർട്ടി നേതൃത്വം എടുക്കുന്ന തീരുമാനത്തിനോടായിരുന്നു എനിക്ക് അഭിപ്രായം. അപ്പൊ അജയൻ പറഞ്ഞു അതുപോലെ ഓരോരുത്തരെ കേൾക്കണമെന്ന് പറഞ്ഞു. ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല. സ്വതന്ത്രം നിലപാടെടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതൊക്കെ പറയേണ്ട ജില്ലാ പ്രസിഡന്റാണ് പറയേണ്ടത്, ഞാനല്ല. താങ്കൾ കൗൺസിലർമാരെ ഭീഷണിപ്പെടുത്താൻ ഗ്രൂപ്പ് മാനേജർമാർ ഇറങ്ങിയെന്നാണ് പറയുന്നത്. എന്നെ ഒഴിവാക്കുക, ഗ്രൂപ്പ് മാനേജർ എന്നാണ് പറഞ്ഞത്. എന്നെ ഒഴിവാക്കുക. താങ്കൾ ഗ്രൂപ്പ് മാനേജർ അല്ല? അല്ല, ഞാനല്ല. ഞാൻ ഗ്രൂപ്പ് മാനേജറൊന്നുമില്ല. ഞാൻ എന്നെ ഒഴിവാക്കി. നിങ്ങൾ ഞാനിങ്ങനെ വഴിക്കൂടിങ്ങനെ ഒരു സൈഡിൽ കൂടെയാണ് ഞാൻ നടക്കുന്നത് തന്നെ. ഒരു കാലത്ത് ചേട്ടന്റെയും ഈ മേയർ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മേയർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തലേ ദിവസം ഞാൻ നിങ്ങളോട് ആരോടോ പറഞ്ഞു ടോണിക്ക് വഴിമാറി കൊടുത്തല്ലെന്ന്. അന്ന് വഴിമാറി കൊടുത്തല്ല. അന്ന് വോട്ട് ചെയ്ത് എനിക്ക് 17 ടോണിക്ക് 23 കിട്ടിയപ്പോൾ ടോണി മണ്ഡലമോ ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്നു, ഞാൻ KPCCയുടെ സീനിയർ ജനറൽ സെക്രട്ടറി ആയിരുന്നു. എനിക്കങ്ങനെ സംഭവിച്ചു. ഞാൻ മേയറല്ലാതായി പോയില്ലേ? അത് സ്വാഭാവികമാണ്. ജനാധിപത്യ സംവിധാനത്തിനകത്ത് സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രക്രിയയാണത്. ഞാനന്ന് മേയറാകേണ്ടതാണ്. കോൺഗ്രസ്സുകാർ 39 പേരുണ്ടായിരുന്നു. ഞാൻ തന്നെ ലീഡ് ചെയ്ത തെരഞ്ഞെടുപ്പായിരുന്നത്. പക്ഷെ വോട്ടിനിട്ടപ്പോഴത്തേക്കും അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ എടുത്തപ്പോഴത്തേക്കും എനിക്ക് 17-16 കിട്ടി, 23 കിട്ടി. അതുകൊണ്ട് ഞാൻ ടോണിയെ കുറ്റം പറഞ്ഞിട്ടോ പാർട്ടി ലീഡർഷിപ്പിനെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമുണ്ടോ? അതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണിത്. തലേ ദിവസം രാത്രി കൗൺസിലർമാരെ വ്യാപകമായി വിളിച്ച് സമ്മർദ്ദപ്പെടുത്തുകയും നടന്നിട്ടുണ്ട്. ഇല്ല, ഞാൻ ഒരിടത്തും പോയിട്ടുമില്ല. ഞാൻ ഏത് ആളുകളുടെ മുന്നിലും എൻ്റെ ഫോൺ ഇട്ട് കൊടുക്കുകയും ചെയ്യും. പിന്നെ ഈ കൗൺസിലിനകത്തൊക്കെ ഓരോരുത്തർക്ക് എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ബന്ധമുള്ള ആളുകളൊക്കെ ഒരുപാട് പേരുണ്ട്. ഞാൻ അവരെയും വിളിച്ചിട്ടില്ല. ഞാൻ അങ്ങനെയുള്ള ഒരു പ്രോസസ്സിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരാളാണ്. പിന്നെ ഇത് സതീശൻ ലീഡർഷിപ്പ് കൊടുത്ത ഒരു തെരഞ്ഞെടുപ്പാണിത്. PD സതീശൻ. എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെ ധിക്കരിച്ചുകൊണ്ടിട്ട് ഇവിടെ ആരെങ്കിലും എറണാകുളത്ത് പ്രവർത്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഷിയാസ് ഡേ ടു ഡേ അഫയേഴ്സിൽ ഇടപെട്ട ആളാണ്. ഒരു കാരണവശാലും വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കൊടുക്കാറില്ല. ദീപ്തി ഇപ്പോൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് തന്നെയാണ്. ദീപ്തി ഉന്നയിച്ച ആരോപണങ്ങൾ എനിക്കറിയില്ല എന്താണെന്ന്. അത് ഷിയാസ് പറയേണ്ടതാണ്. അജയ് തറയിൽ ഉന്നയിച്ച ഗ്രൂപ്പ് മാനേജർമാർ ഭീഷണിപ്പെടുത്തി. അത് അതൊക്കെ അജയൻ പറയുന്നതിനകത്ത് ഞാൻ അജയനുമായിട്ടൊരു കോൺട്രവേഴ്സിക്കൊന്നും തയ്യാറില്ല. KPCC നിരീക്ഷകന്റെ അസാന്നിധ്യം ഉണ്ടോ? ഇല്ല, നിരീക്ഷകനെ വിടുമെന്നും പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. തുടക്കം മുതൽ അറിയില്ല. ഞാൻ ഈ പ്രോസസ്സിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഞാനുണ്ട്. അങ്ങനെ ഒരു നിരീക്ഷകൻ വരുമെന്ന് എന്നോടും പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞു. തർക്കമൊന്നും ഇല്ലായിരുന്നല്ലോ.
തർക്കമൊന്നുമില്ലായിരുന്നു. കോർ കമ്മിറ്റി ആയിരുന്നു. കോർ കമ്മിറ്റി ചേർന്നിട്ടാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുത്തത് എല്ലാം. ഈ കോർ കമ്മിറ്റി അംഗങ്ങൾ എന്ന് പറയുന്നത് എൻ വേണുഗോപാലും ഡൊമിനിക് പ്രസന്റേഷനും ആയിരുന്നു. ആ ഡൊമിനിക് പ്രസന്റേഷന്റെ വാക്കുകൾ കേട്ട ശേഷം ഉടനെ തിരികെ വരാം. KPCC വെച്ച എല്ലാ മാനദണ്ഡങ്ങളും പൂർത്തിയാക്കിയാണ് ഞങ്ങൾ ഡിസിഷൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ദീപ്തിക്ക് അതൃപ്തി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ അതിൽ കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴേക്കും ഞങ്ങളെടുത്ത തീരുമാനം ശരിയാണെന്ന വിശ്വാസക്കാരാണ് ഞാൻ. ഈ കോർ കമ്മിറ്റി ചേരുമെന്നൊക്കെ പറഞ്ഞ് ഉണ്ടായില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് പറ്റിച്ചു എന്നൊക്കെയാണ് അവർ. ഇല്ല, കോർ കമ്മിറ്റി കൂടി പല പ്രാവശ്യം കോർ കമ്മിറ്റി കൂടി ചർച്ചകൾ നടത്തി. എല്ലാവരും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് കൗൺസിലർമാരുടെ അഭിപ്രായം എടുക്കണമെന്നൊരു ഡയറക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയും ഡയറക്ഷൻ എടുത്തതിന് ശേഷമാണ് KPCCയുമായും അതുപോലെ തന്നെ ലീഡർഷിപ്പായിട്ടൊക്കെ ആലോചിച്ചാണ് എടുത്തിട്ടുള്ളത്. അല്ല, അതൊന്നും പറഞ്ഞത് ശരിയല്ലല്ലോ. എല്ലാവരും തേടിയിരുന്നു. ആ അഭിപ്രായം കൂടെ പരിഗണിച്ചാണ് ഈ ഡിസിഷൻ എടുത്തിട്ടുള്ളത്. ഭൂരിപക്ഷ ന്യൂനപക്ഷം അല്ലല്ലോ നമ്മളിതിനകത്തൊരു പൊതുവായ സമന്വയം നോക്കുന്നത്. അപ്പം ഞങ്ങൾ പരസ്പരം ഇവിടെ അഭിപ്രായം എടുത്തു, അതുകൂടെ വെച്ച് സമന്വയത്തിൽ തന്നെയാണ് ഡിസിഷൻ വന്നിട്ടുള്ളത്. ഈ അജയ് തറയിൽ പറയുന്നത് ഗ്രൂപ്പ് മാനേജർമാർ കൗൺസിലർമാരെ ഭീഷണിപ്പെടുത്തി തലേദിവസം നടന്ന കാളരാത്രിയാണ്. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. അത് ശരിയല്ലെന്ന് മാത്രമേ എനിക്ക് വരാറുള്ളൂ. അങ്ങനെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. എല്ലാവരും സ്വന്തമുള്ളവരല്ലേ. കുറേ പേര് പഴയ ആൾക്കാരാണ്. വന്നിരിക്കുന്ന വനിതകളൊക്കെ വളരെ ക്വാളിഫൈഡ് ആണ്. അവർക്ക് അവരുടെ അഭിപ്രായമുള്ളവരാണ്. അപ്പോൾ അവരവരുടെ അഭിപ്രായം പറഞ്ഞു. അതുമാത്രമല്ല, ഈ KPCCയുടെ വേറെ പരിഗണന പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ എടുത്താണ് ഡിസിഷൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പരിഭവങ്ങൾ ഉണ്ടാവാം. പക്ഷെ അതൊക്കെ പാർട്ടിയുടെ ഒരു വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന അവസരത്തിൽ അവരിവിടെ ചിന്തിക്കണമെന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. ഒരാളുടെ അനീതി കാണിച്ചെന്ന വിശ്വാസം എനിക്കില്ല. എല്ലാവരും നീതി കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കമ്മിറ്റീസ് വരാൻ പോകുന്നു. അതിലും തീർച്ചയായിട്ടും ഒരു മാനദണ്ഡം അനുസരിച്ച് അത് ആ കമ്മിറ്റിയൊക്കെ വരുള്ളൂ. അത് അദ്ദേഹം തന്നെ പറയണ്ട, എന്നോട് വെച്ച കാര്യമുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ളത് ഞങ്ങൾ ഒരുമിച്ചുള്ള കമ്മിറ്റി സംസാരിച്ചിട്ടുണ്ട്. എന്നോട് DC പ്രസിഡന്റ് പറഞ്ഞത് എല്ലാവരും ആലോചിച്ചെന്ന് എന്ന് പറഞ്ഞത്. ഗ്രൂപ്പുകളുടെ അതിപ്രസരം ഉണ്ടായിട്ടില്ല. ഇല്ല, ഉണ്ടായിട്ടില്ലെന്ന്. എന്നറിയാം, ഒന്ന് ഗ്രൂപ്പ് ഇപ്പോൾ വലിയ പ്രസക്തി ഇല്ലല്ലോ. ഗ്രൂപ്പുകൾക്ക് പ്രസക്തി ഇല്ലെന്ന് എൻ്റെ അഭിപ്രായം. പക്ഷേ അതിൽ ഒരുമിച്ച് വന്ന ജയമല്ലേ ഇത്. ഇത്രയും വലിയ ഗ്ലാമർ ജയം ഉണ്ടായതിനു ശേഷം അതൊരു കല്ലടിക്കുന്നത് ശരിയല്ലല്ലോ. ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. എല്ലാവരുടെ താല്പര്യം സംരക്ഷിക്കപ്പെടും. ഈ മുതിർന്ന നേതാവായിരുന്നല്ലോ ശരിക്കും ദീപ്തി. അവർ KPCC ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ എന്താണ് അവരുടെ അവഗണിക്കാൻ അവർക്ക് ഇടയായ കാര്യം എന്നുള്ളതാണ്. കൗൺസിലർമാരുടെ പിന്തുണ തന്നെയാണോ അവർക്ക്? അല്ല, അതൊരു ഘടകമാണ്. പിന്നെ മറ്റു പല ഘടകവും വരുമല്ലോ അതിനകത്ത്. പല ഘടകങ്ങളുണ്ട്. അതിലൊരു ഘടകം തീർച്ചയായിട്ടും കൗൺസിലർമാരുടെ അഭിപ്രായം തന്നെയാണ്. അത് പ്രയറ്റ് കൊടുക്കാതെ പറ്റില്ലല്ലോ. പക്ഷേ ജയിച്ചു വന്നത് പുതിയ ആൾക്കാർ മാത്രമല്ല, പഴയ കൗൺസിലിലെ ആൾക്കാരുണ്ട്. പലരും ജനറൽ സീറ്റ് ജയിച്ചവരുണ്ട്. അപ്പോൾ എല്ലാവരുടെയും കൂടെ അഭിപ്രായത്തിന് നമുക്ക് വില കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കൗൺസിലർമാരുടെ അഭിപ്രായത്തിന് വില കൊടുത്തിട്ടുണ്ട്. അതുപോലെ കൺസൾട്ടേഷൻ നടത്തുന്ന വിവിധ തലങ്ങളിൽ. അതിൻ്റെ ആയിട്ടുള്ള ഔട്ട്കമാണ് ഈ തീരുമാനം എന്നാണ് എൻ്റെ വിശ്വാസം. അത് ഏറെക്കുറെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ തീരുമാനം. ദീപ്തിയുടെ പ്രധാന ആക്ഷേപം KPCC നിർദ്ദേശിച്ച മാനദണ്ഡങ്ങളൊന്നും പാലിച്ചില്ല. പ്രത്യേകിച്ച് ഒരു സീനിയർ നേതാവിനെ പരിഗണിക്കണം, അതോടൊപ്പം തന്നെ തർക്കമുണ്ടെങ്കിൽ ഒരു KPCC നിരീക്ഷകൻ എത്തണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും പരിഗണിക്കാതെ DCC ഒരു ഏകപക്ഷീയമായ തീരുമാനത്തിലേക്ക് പോയി എന്നുള്ളതാണ് അവർ പറയുന്നത്. അത് ശരിയാണ്. അത് അവരുടെ വിശ്വാസമാണ്. അവരുടെ ഒരു വിഷമം കൊണ്ട് പറയുന്നതായിരിക്കും. പക്ഷേ തീർച്ചയായിട്ടും KPCC പരാതി കൊടുത്തതെന്ന് ഞാൻ അറിയുന്നു. എന്നോട് പറഞ്ഞിട്ടില്ല, അറിയുന്നു. തീർച്ചയായിട്ടും അതൊക്കെ KPCC പരിശോധിക്കട്ടെ. ഈ കൗൺസിലർമാരുടെ പിന്തുണ സംബന്ധിച്ചും അവരൊരു ആക്ഷേപം പറഞ്ഞത് ഇപ്പോൾ ഇങ്ങനെ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ആണെങ്കിലും വേണുഗോപാലാണെങ്കിലും പറയുന്നത് മുഴുവൻ വിശ്വസനീയമല്ല എന്നൊരു ആക്ഷേപം അവർ പറയുന്നുണ്ട്. അത് ആ കമ്മിറ്റിക്കകത്ത് അജയ് തറയിലുണ്ടായിരുന്നതാണ്. അദ്ദേഹം എന്തുകൊണ്ട് പങ്കെടുത്തില്ല? അവിടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടല്ലേ ഓരോ കൗൺസിലേഴ്സും പറയുന്നത്. അല്ലാതെ രഹസ്യമായിട്ട് കുമ്പസാരിക്കല്ലല്ലോ. അവിടെ വന്ന് ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. അജയനോട് വരേണ്ടതായിരുന്നു. അപ്പോൾ അജയനോട് അറിയാമായിരുന്നു അജയ് ഉണ്ടായിരുന്നെങ്കിൽ എന്താ. അത് ഞാൻ പറയുന്നില്ല. അസൗകര്യം ഉണ്ടായിക്കാം, അദ്ദേഹം ഉണ്ടായില്ല. അപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് ക്ലാരിറ്റി കിട്ടുമായിരുന്നു എങ്ങനെയാണ് നമ്മുടെ കൗൺസിലേഴ്സിൻ്റെ വ്യൂസ് എന്നുള്ളത്.
എന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹം രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്, മുതിർന്ന നേതാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് ചിന്തിക്കട്ടെ. അല്ല, എനിക്ക് വേറെ ഒരു പരാതി അതില്ല. അദ്ദേഹം വളരെ സീനിയർ ലീഡറല്ലേ. കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നോ അജയ് തറയിലുമായിട്ട് ആ സമയത്ത് എന്തെങ്കിലും ആശയവിനിമയം? ഞങ്ങൾ കമ്മിറ്റിക്ക് സംസാരിച്ചിട്ടുണ്ട്. അതിനുശേഷം DCC പ്രസിഡന്റ് കോർഡിനേറ്റ് ചെയ്യുന്നത്, അദ്ദേഹം കോർഡിനേറ്റ് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. ഞാനിപ്പോൾ ലീഗുമായിട്ട് സംസാരിക്കാൻ പോവാണ്. അത് നേരത്തെ തന്നെ നമ്മളവരോട് പറഞ്ഞിരുന്നു. പക്ഷേ നമ്മുടെ ഒരു സ്റ്റാറ്റസ്ക്കാണ് പറഞ്ഞിരുന്നത്. സ്റ്റാറ്റസ് അനുസരിച്ച് ഒരിക്കലും കൊച്ചിൻ കോർപ്പറേഷനിൽ അങ്ങനെ കൊടുത്തില്ല, കമ്മിറ്റീസ് കൊടുക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു അക്കാര്യം ഞങ്ങളെ അറിയിച്ചിരുന്നു. ഇപ്പോൾ ഇന്ന് ഞാൻ ചർച്ചയ്ക്ക് പോവുകയാണ് അവരുമായിട്ട്. അവർക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ അത് പറഞ്ഞ് തീർക്കും. UDF ചേരുമെന്നല്ല പറഞ്ഞത്, ഞാൻ നേരത്തെ സംസാരിച്ചു, നമുക്ക് കാണാമെന്ന് പറഞ്ഞത്. പക്ഷേ ഇന്നലെയാണ് അദ്ദേഹം പറയുന്നത് ഇന്നലെ വൈകിട്ട് വരുന്നു. അപ്പോഴേക്കും ഞങ്ങളുടെ ഡിസിലേക്ക് പോയി നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ, നിങ്ങൾ കൊടുത്തോണ്ടിരിക്കുകയല്ലേ, അപ്പോൾ പെട്ടെന്ന് ഡിസിഷൻ എടുക്കണ്ടേ. ഇല്ല നേരത്തെ അവിടെ പറഞ്ഞിരുന്നു, ചില ബുദ്ധിമുട്ട് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഇവിടെ അങ്ങനെ ഒരു കൺവെൻഷൻ ഇല്ല. പക്ഷെ എന്നാലും ഓരോ സംസാരിക്കേണ്ടതാണ്, സംസാരിക്കാൻ എൻ്റെ വിശ്വാസം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാൻ പോവാണ്. ഉണ്ടാവും, ഇല്ല അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരുമിച്ച് ജയിച്ചതല്ലേ അത്. പിന്നെ ഈ പ്രാദേശികമായിട്ടാണ് തീരുമാനങ്ങൾ മുഴുവൻ വരുന്നത്. അപ്പോൾ അവിടെ ജയിച്ചു വന്നവർക്ക് ഇത് മര്യാദ കൊണ്ടുപോകണമെന്നല്ലേ ആഗ്രഹമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ അവസാനം പ്രത്യേകിച്ച് ലീഗുമായി തെറ്റാണ് പറഞ്ഞത് തീർക്കും. അതിലൊരു സംശയം ഇല്ല. അവർക്ക് കൂടെ അവരെ കൂടെ ഞങ്ങൾ കേൾക്കുമല്ലോ. UDF എല്ലാം കൂടെ ഒരുമിച്ചുള്ളതല്ലേ. അപ്പോൾ അവർക്കും ഈ പ്രാതിനിധ്യം കൊടുക്കും. ഇപ്പോൾ താങ്കൾ പറയുന്നത് ദീപ്തിക്ക് മേയർ സ്ഥാനം കിട്ടാത്തതിൽ ഒരു പരിഭവം മാത്രമാണ്, അതാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. അത് അവരല്ലേ പറയേണ്ടത്. അവരുമായിട്ട് ഇനിയിപ്പോൾ സംസാരിക്കും, അല്ലെങ്കിൽ അവർ ആക്ഷേപം ഉണ്ടെങ്കിൽ അല്ല, ആക്ഷേപം തീർക്കേണ്ടത് KPCC ആണല്ലോ. KPCക്ക് പറയാൻ അദ്ദേഹം വിളിച്ച് സംസാരിക്കട്ടെ. ഈ സാമുദായിക സമവാക്യമാണ് ദീപ്തിയെ പുറത്താക്കിയത് എന്ന തരത്തിലൊരു വലിയ ക്യാമ്പയിൻ. അത് ശരിയല്ല. അതൊന്നും ശരിയല്ല. എല്ലായിടത്തും അതൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് ലോക്കൽ ബോഡി ഇലക്ഷൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ പരിഗണനകളിലും അതുകൊണ്ട് അവർ പറഞ്ഞ മുഴുവൻ ഞങ്ങൾ ചെയ്തിട്ടുമില്ല. അങ്ങനെ ഒരു രീതി എടുത്തിട്ടില്ല. ഇത് പാർട്ടി സ്ഥിരമായി ചെയ്യുന്നതല്ലേ ഇത്. അല്ല, അവർ 4 പ്രാവശ്യം കൗൺസിൽ അംഗമായിരുന്നു. മറ്റേ വിമൻസ് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതും കൂടെ ഒക്കെ പരിഗണിക്കുമല്ലോ. പല പരാമർശങ്ങളും നേതൃത്വത്തെ ഡൊമിനിക്കേട്ടൻ അടക്കമുള്ള ആളുകളെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന പരാമർശമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അന്നല്ലെങ്കിൽ ദീപ്തി സംയമനം പാലിക്കേണ്ടതായിരുന്നില്ലേ? ഇതെന്താ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും? ഒരു മുതിർന്ന നേതാവാണ്. അത് നിങ്ങൾ ദീപ്തിയോട് ചോദിക്കുക, അത്രേ പറയുന്നുള്ളൂ. ദീപ്തി നിങ്ങളടക്കം പ്രതിക്കൂട്ടിലാക്കിയെന്ന് തോന്നുന്നുണ്ടോ ആ പരാമർശങ്ങൾ? ഇല്ല, അങ്ങനെ ഒരു ബോധ്യം എനിക്കില്ല. ദീപ്തിക്ക് പരാതി കൊണ്ട് ദീപ്തി പറഞ്ഞു, അതിലും തെറ്റില്ല. ഇനി ദീപ്തി ചെയ്യേണ്ടത് KPCC പ്രസിഡന്റുമായിട്ട്, അവർ ജനറൽ സെക്രട്ടറി അല്ലേ, KPCC പ്രസിഡന്റ് നമ്പർ ദോഷനെ കണ്ട് സംസാരിക്കുക, അതല്ലേ പറ്റുള്ളൂ. ഇതിപ്പോൾ വലിയ വിജയമല്ലേ, ഒരു മികച്ച വിജയമാണ്. അപ്പോൾ അതിനുശേഷം ഇതൊക്കെ ഇത്തരത്തിലുള്ള കല്ലുകടിയൊക്കെ ഒഴിവാക്കേണ്ടത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെ ആരും ഉണ്ടാക്കിയതല്ലല്ലോ. ഈ ആഗ്രഹങ്ങൾ എല്ലാവർക്കും വരും, പക്ഷെ തീരുമാനമൊന്നുമല്ലേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക എന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. തർക്കമൊക്കെ മിക്കവാറും കഴിഞ്ഞല്ലോ. ഇപ്പോൾ 26-ാം തീയതി മേയർ ഇലക്ഷൻ നിങ്ങൾ അവിടെ കാണുമല്ലോ. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഇത്ര വലിയൊരു ഗ്ലാമറസ് വിജയത്തിന് ശേഷം നമ്മൾ സംയമനം പാലിക്കുക. അപ്പോൾ ഞങ്ങളൊക്കെ തന്നെ ഒന്നും പറയുന്നില്ലല്ലോ. എല്ലാവരും സംയമനം പാലിക്കണം. അത് പാർട്ടിയുടെയും മുന്നണിയുടെയും. ഇനിയിപ്പോൾ 3 മാസം എണ്ണിച്ചിട്ട് പോകണ്ട. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ച ഇതേ വിക്ടറി തന്നെ അസംബ്ലിയിൽ ഇലക്ഷൻ നമുക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന വിശ്വാസം ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഈ തീരുമാനമായി യോജിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കൊച്ചിയിലെ പുതിയതായി ഒരു പവർ ഗ്രൂപ്പ് രൂപപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. അദ്ദേഹത്തെ ചോദിക്കുന്നത് എനിക്കറിയില്ല. ഈ ഡൊമിനിക് പ്രസന്റേഷനൊക്കെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലുമൊക്കെ അപ്പകഷ്ണം തനിക്ക് കേക്കച്ചൻ ഇട്ടുകൊടുക്കുമെന്ന പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. എന്നാൽ അവസരം കിട്ടുമ്പോൾ നല്ല ചിമുട്ടം പണി കൊടുക്കുകയും ചെയ്യും. ഇനി KC വേണുഗോപാൽ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് കാണുക. KC വേണുഗോപാലും ഉള്ളാലെ ചിരിക്കുകയാണ്. പക്ഷേ KC വേണുഗോപാലിന് ഈ UDF പാഞ്ചാലിക്കെതിരെ നിന്നൊന്നും പറയുവാൻ സാധിക്കത്തില്ല. പ്രത്യക്ഷത്തിൽ അനുകൂലമാണെന്ന് പറയും. എന്നാൽ ഉള്ളാലെ കേക്കച്ചനിട്ട് കൃത്യമായ ഒരു പണി കൊടുക്കണം. കാരണം ഇപ്പോൾ ഇവർ കേക്കച്ചന്റെ കസ്റ്റഡിയിലാണ് എന്ന് KCക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഉള്ളാലെ ചിരിച്ചുകൊണ്ട് KC വേണുഗോപാൽ പറയുന്നത് കാണുക. പക്ഷേ ഇവരെ ഒരിക്കലും
കെ സി വേണുഗോപാൽ തള്ളിക്കളയില്ല. കാരണം അറിയാമല്ലോ, ആലപ്പുഴ കോവാലിന്റെ സ്വഭാവം. അന്ന് കേശുവിൻ്റെ കൊടിയുമായി വന്ന് ഏറ്റവും ശക്തമായിട്ട് നിന്ന് അന്നു മുതൽ ഇന്നു വരെ കോൺഗ്രസിൻ്റെ പ്രത്യയശാസ്ത്രങ്ങളിൽ നിൽക്കുന്ന ഒരു സഹോദരി എന്ന നിലയിൽ അവരത് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റു പറയാൻ പറ്റില്ല, വിഷമമുണ്ടായിരുന്നെങ്കിൽ തെറ്റു പറയാൻ പറ്റില്ല. പക്ഷേ പാർട്ടി ഒരു തീരുമാനം എടുത്തു. ഞാൻ വിചാരിക്കുന്നത് പാർട്ടിയുടെ തീരുമാനത്തെ അവർ അംഗീകരിക്കുന്നു. പാർട്ടി തീരുമാനം അന്തിമമാണ് എന്തായാലും. അതിനകത്ത് എന്തെങ്കിലും അപാകതകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നത് പാർട്ടി വേദികളിലാണ്. ആ പാർട്ടി വേദികളിൽ അത്തരം ചർച്ചകൾ ഉണ്ടാവട്ടെ. അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ കോൺഗ്രസിൻ്റെതായ രീതികളുണ്ട് തെരഞ്ഞെടുപ്പിൽ. ആ രീതികൾക്കനുസരിച്ച് കോൺഗ്രസിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ സമൂഹങ്ങളെയും എല്ലാ സമുദായങ്ങളെയും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ഒന്നിനോടും കടക്കു പുറത്തു എന്ന് പറയുന്ന ഒരു പാർട്ടിയല്ല കോൺഗ്രസ്. എല്ലാവരെയും ഉൾക്കൊള്ളും. അതാണല്ലോ കോൺഗ്രസിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. എല്ലാവരുടെയും വികാരങ്ങളെയും വിചാരങ്ങളെയും ചിന്താഗതികളും. അതുകൊണ്ട് കോൺഗ്രസിനോടൊരു കാര്യം ആരെങ്കിലും പറഞ്ഞാൽ അത് മഹാപരാധമാണെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. പക്ഷേ പാർട്ടി തീരുമാനമെടുക്കുമ്പോൾ പാർട്ടിയുടെ തലങ്ങളിൽ ആലോചിച്ച് എന്താണോ അന്നത്തെ കാലഘട്ടത്തിൽ പാർട്ടിക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് പാർട്ടി ആലോചിച്ചെടുക്കുന്ന തീരുമാനമാണ്. അത് അങ്ങനെ വ്യാഖ്യാനിച്ചാൽ മതി. നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ എത്രമാത്രം ഒരു ആത്മവിശ്വാസം ഈ വിജയം വന്നിട്ടുണ്ട്? ഈ വിജയം നമുക്ക് ആത്മവിശ്വാസം ശക്തിപ്പെടുത്തുന്ന ഒന്നാണ്. അല്ലാതെ തന്നെ തദ്ദേശഭരണ സ്ഥാപനങ്ങളെക്കാൾ ഏറെ ജനം മാറ്റം ആഗ്രഹിക്കുന്നത് കേരളത്തിലെ സർക്കാർ മാറണമെന്നാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ എന്തിലേക്കാണ് എത്തിക്കുന്നതെന്നായിട്ടറിയാം. ആ മാറ്റമാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ മാറ്റം ഉണ്ടാകും എന്നുള്ളതിന് സംശയമില്ല. കൊച്ചിയിൽ മാത്രമല്ല തൊടുപുഴയിലും KPCC ജനറൽ സെക്രട്ടറി മത്സരിച്ചിരുന്നു. ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് 550 സ്ഥാപനങ്ങൾ ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും ഒന്നോ രണ്ടോ എടുത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് ഞങ്ങളുടെ പാർട്ടിയിൽ മാത്രമാണോ അഭിപ്രായ വ്യത്യാസം? മറ്റെല്ലാ പാർട്ടി ഞാൻ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെയും UDF സംബന്ധിച്ചും താരതമ്യേന പ്രശ്നങ്ങൾ കുറഞ്ഞ കാലമാണ് ഇത് എന്നുള്ളത് നിങ്ങൾ എന്നെ സമ്മതിക്കും. വളരെ കുറച്ച് പ്രശ്നങ്ങളുള്ളത്. പിന്നെ അത് ഒരു ജനാധിപത്യ പാർട്ടിയല്ലേ, കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ അതൊക്കെ ഞങ്ങൾ പരിഹരിച്ച് വിശാലമായ താല്പര്യത്തിന് വേണ്ടി മുന്നോട്ട് പോകും. ആ മുന്നോട്ട് പോക്ക് നമ്മൾ എന്തായാലും നടത്തുകയും ചെയ്യും. ഈ അങ്ങയുടെ വ്യക്തിപരമായിട്ട് ചോദ്യമാണ്, അങ്ങ് കേരളത്തിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള സാധ്യത ഇനി അല്ല എന്താ ഉദ്ദേശിക്കുന്നത്? ഞാനിത് പലവട്ടം പറഞ്ഞതോട്, ഞാൻ കേരളത്തിൽ ഇല്ലാത്ത ഒരാളല്ലല്ലോ, പലവട്ടം പറഞ്ഞാണ്. ആ ഉത്തരം ഇനി മാറ്റി പറയേണ്ട കാര്യമില്ല. അല്ലാതെ എനിക്ക് എൻ്റെ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ എൻ്റെ പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവരിക, UDFനെ അധികാരത്തിൽ കൊണ്ടുവരിക, അതിനു വേണ്ടിയിട്ടുള്ള കർമ്മരംഗത്ത് എന്നെക്കൊണ്ട് ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. പലർക്കും പല കാര്യങ്ങളോട് എന്നെ വലിച്ചിഴച്ച് എന്നെ വിമർശിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ കിട്ടുന്നത്ര ഉപയോഗിക്കുക, ഇതൊക്കെ ചിലരുടെ ഹോബിയാണ്. അവർ നടത്തിക്കൊണ്ടിരിക്കട്ടെ. പക്ഷേ എൻ്റെ ലക്ഷ്യം എൻ്റെ മനസ്സിൽ ക്ലിയർ ആണല്ലോ. അത് എൻ്റെ പാർട്ടിയെയും മുന്നണിയെയും അധികാരത്തിലെത്തിക്കാനുള്ളതാണ്. അതിനുവേണ്ടി എല്ലാവരെയും യോജിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ യോജിപ്പിക്കാനുള്ള ഒരു പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി മുഹമ്മദ് ഷിയാസിന്റെ വാക്കുകൾ കേൾക്കാം. ഷിയാസിന്റെ ഇന്നത്തെ ദൗത്യം എന്ന് പറയുന്നത് ഇതിന്റെ പിന്നിൽ സഭയല്ല, സഭയുടെ ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ല, സഭയുടെ വിരട്ടലൊന്നും ഞങ്ങളുടെ അടുത്ത് നടക്കത്തില്ല എന്നാണ് പറയാൻ ശ്രമിക്കുന്നതെങ്കിലും യാഥാർത്ഥ്യം നമുക്ക് അറിയാം. കേക്കച്ചൻ പറഞ്ഞു പറയിപ്പിക്കുന്നതാണെന്ന് ആർക്കും തോന്നുകയില്ല. ചട്ടുകം ഷിയാസിന്റെ വാക്കുകളിലേക്ക്. ഒരു പ്രചരണം നടക്കുന്നത് സഭാ നേതൃത്വം കോൺഗ്രസിന് സ്ഥാനമാനങ്ങൾ വീതം വയ്ക്കുന്നതിൽ അവർ ആവശ്യപ്പെടും. ഒരു സഭയും ഒരു സഭാ നേതൃത്വവും എന്നോടോ അല്ലെങ്കിൽ നേതൃത്വത്തോടോ ഒരാളോടും ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു വ്യാപകമായ ഒരു വ്യാജ പ്രചരണം നടത്തുന്നുണ്ട്. ദയവ് ചെയ്ത് അതൊന്ന് അവസാനിപ്പിക്കണം. കോൺഗ്രസ് പാർട്ടി പദവികളും അതുപോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളും തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന കാര്യങ്ങളും തീരുമാനിക്കുന്നത് കോൺഗ്രസും UDF ആണ് തീരുമാനിക്കുന്നത്. ആ തീരുമാനം എടുക്കുന്നത് പാർട്ടിയാണ്, അതല്ലാതെ മറ്റാരുമല്ല. വെറുതെ ആവശ്യമില്ലാതെ അവരെ ഒന്നും ഇതിനകത്തേക്ക് വലിച്ചഴക്കേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ ഒരു പ്രചരണം കൂടി മാധ്യമങ്ങൾ, പിന്നെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചരണങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോ അല്ലല്ലോ പാർട്ടി തീരുമാനങ്ങളെടുക്കാൻ പ്രേരകമാകുന്ന ഘടകമെന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ ആണോ? അല്ലല്ലോ. സോഷ്യൽ മീഡിയയിലുള്ള തീരുമാനങ്ങളുമല്ല. അത് പാർട്ടി എടുക്കുന്ന തീരുമാനം, പാർട്ടി നേതാക്കന്മാർ കൂട്ടായി എടുക്കുന്ന തീരുമാനമാണ്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാം നടക്കുന്നത്. സോഷ്യൽ മീഡിയയിലെ പ്രചരണത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി തീരുമാനം എടുക്കണമെന്നൊക്കെ ആരെങ്കിലും തീരുമാനിച്ചാൽ നമുക്ക് എങ്ങനെയാണ് അങ്ങനെ തീരുമാനം എടുക്കാൻ കഴിയുക? സോഷ്യൽ മീഡിയയിൽ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകളും BJPക്കാരായിട്ടുള്ള ആളുകളും നടത്തുന്ന ഒരു വലിയ വ്യാജ പ്രചരണമുണ്ട്. ഞാനിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന കമന്റുകളിൽ എടുത്തു നോക്കുമ്പോൾ കോൺഗ്രസിനും കോൺഗ്രസ് നേതാക്കന്മാർക്കും ഒക്കെ എതിരായിട്ടുള്ള പ്രചരണം നടത്തുന്നത് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകളാണ്, ഇടതുപക്ഷക്കാരായിട്ടുള്ള ആളുകളാണ്. പെയ്ഡ് ന്യൂസാണ് ഇതെല്ലാം നടത്തുന്നത്.
അപ്പോൾ അത്തരത്തിലുള്ള പ്രചരണങ്ങളുടെ അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് ഒരു സമയത്തും തീരുമാനമെടുക്കാനൊന്നും പറ്റത്തില്ല. പാർട്ടി നേതൃത്വവും പാർട്ടി നേതാക്കന്മാരും ഒരുമിച്ച് കൂടിയാണ് തീരുമാനമെടുക്കുക. ആ തീരുമാനം ഫലപ്രദമായി നടപ്പിലാകും. വരുന്ന 5 വർഷക്കാലം കൊച്ചി നഗരസഭയുടെ ഭരണം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, ഈ നാടിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ഈ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾക്ക് പ്രധാനമായും പരിഹാരമുണ്ടാകുക എന്നുള്ളതാണ്. അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള ആളുകൾ അത് കൃത്യമായ പ്രവർത്തനം നടത്തണം. അതിൻ്റെ പുറകെ പാർട്ടി ഉണ്ടാകും. അത് കൃത്യമായി ഞങ്ങൾ മോണിറ്റർ ചെയ്യും. അതിന് കൃത്യമായി പാർലമെന്ററി പാർട്ടിയും കൃത്യമായി പാർട്ടി നേതൃത്വവും അതിൻ്റെ പുറകെ ഉണ്ടാകും. ആ പ്രവർത്തനം ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾ നൽകിയ ഈ വലിയ അംഗീകാരത്തിന് തീർച്ചയായും ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനമായിരിക്കും ഞങ്ങൾ നടത്തുക. അല്ല, ഞങ്ങൾ എല്ലാ നേതാക്കന്മാരുമായി സംസാരിച്ചിരുന്നു. കോർ കമ്മിറ്റിയിലുള്ള നേതാക്കന്മാരാണ് ഈ നേതാക്കന്മാർ. എല്ലാവരുമായി സംസാരിച്ചിരുന്നു. ഇന്നലെ ഈ പ്രഖ്യാപനം നടത്തുന്ന സമയം വരെ എല്ലാവരുമായി സംസാരിച്ചിരുന്നു. എല്ലാവരോടും ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ KPCC അന്വേഷിക്കട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അജയ് തറയിൽ പറഞ്ഞത് ഏകാധിപതിയെ പോലെ DCC പ്രസിഡന്റ് പെരുമാറുന്നു. അതൊരു അജണ്ടയുടെ ഭാഗമായിട്ടാണ്, ദീപ്തിയെ പുറത്താക്കാനുള്ള അജണ്ടയുടെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള പരിപാടികൾ നടന്നതെന്നാണ്. ഒരു പവർ ഗ്രൂപ്പിന്റെ പ്രവർത്തനം കൊച്ചിയിലുണ്ട് കോൺഗ്രസിൽ എന്നാണ് പറഞ്ഞത്. ഇല്ല, ഈ KPCCയുടെ മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജില്ലയിലെ കോർ കമ്മിറ്റികൾ, ജില്ലയുടെ കോർ കമ്മിറ്റിയും അതുപോലെ തന്നെ കോർപ്പറേഷനുള്ള കോർ കമ്മിറ്റിയും ഒക്കെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. ആ കോർ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് പ്രചാരണ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയവും അതിനുശേഷമുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. തെരഞ്ഞെടുക്കപ്പെട്ടു വന്ന ആളുകൾക്ക് ശേഷം ഏതെല്ലാം സ്ഥാനമാനങ്ങളിലേക്ക് ആളുകൾ വരണമെന്ന് തീരുമാനിച്ചതും ആ കോർ കമ്മിറ്റിയാണ്. ഏകപക്ഷീയമായി അങ്ങനെ DCC പ്രസിഡന്റിന് തീരുമാനിക്കാൻ പറ്റാവുന്ന ഒന്നാണ് ഇതെല്ലാം. അതൊക്കെ വെറുതെ ആവശ്യമില്ലാത്ത പ്രചരണങ്ങളാണ്. അതൊക്കെ കൂട്ടായ തീരുമാനമാണ്, കൂട്ടായ നേതൃത്വത്തിന്റെ തീരുമാനമാണ്. അല്ല, എല്ലാ നേതാക്കന്മാരും KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും എല്ലാ നേതാക്കന്മാരുമായി എല്ലാവരുമായി കൂടിയാലോചിച്ചിട്ടാണ് നടപടി സ്വീകരിക്കുന്നത്. ഞാൻ ആദ്യം തുടക്കം പറഞ്ഞില്ലേ, ഇത് എല്ലാവരോടും പറയുന്നത് DCC പ്രസിഡന്റാണ്. DCC അതെല്ലായിടത്തും അങ്ങനെയല്ലേ ചെയ്യുന്നത്. അപ്പം അതാണ് തീരുമാനം. അതിനകത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പാർട്ടി പ്രവർത്തകന്റെയും ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും. ഇത് മുന്നോട്ട് പോകും. നല്ല രീതിയിലുള്ള ഭരണവും കോർപ്പറേഷനിലുണ്ടാകും. അല്ല, ഇതിനു മുമ്പും അങ്ങനെയാണല്ലോ. ആ മാനദണ്ഡമല്ലേ കേരളം മുഴുവൻ അനുവർത്തിക്കപ്പെടുന്നത്. ഇവിടെ മാത്രമല്ലല്ലോ, ഇതിനു മുമ്പും ഈ തവണ മാത്രമല്ലല്ലോ, ഇതിനു മുമ്പുണ്ടായ തെരഞ്ഞെടുപ്പിലും ഇതേ മാനദണ്ഡമാണ്. നിങ്ങൾ അതൊന്നും എടുത്ത് പരിശോധിച്ചാൽ മതി. അല്ല, അത് KPCC തീരുമാനിക്കട്ടെ. അത് ഇപ്പൊ മാർഗനിർദ്ദേശങ്ങളാണല്ലോ, പാർട്ടിയുടെ മാർഗനിർദ്ദേശങ്ങളാണ് തീരുമാനിക്കപ്പെടുക. അത് എല്ലാ രീതിയിലും പാർട്ടി എക്കാലത്തും ഏത് രീതിയിലാണ് ആ മാർഗനിർദ്ദേശങ്ങൾ താഴേക്ക് നൽകുന്നത്, ആ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി ചെയ്യുക എന്നുള്ളതാണ് കീഴ്ഘടകങ്ങൾ അനുവർത്തിക്കപ്പെടേണ്ടത്. ആ ഒരു മാതൃകയാണ് അനുവർത്തിക്കപ്പെടേണ്ടത്. ആ മാതൃകയാണ് അനുവർത്തിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിനു മുമ്പും ഇതേ മാതൃക തന്നെയാണ് കൊച്ചിൻ കോർപ്പറേഷനിലെ മേയറെയും ഡെപ്യൂട്ടി മേയറെയും എല്ലാം തെരഞ്ഞെടുക്കുന്ന സമയത്തും ജില്ലാ പഞ്ചായത്തിലും എല്ലാ സമയത്തും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അത് തന്നെയാണ് ഇപ്പോഴും നടന്നിട്ടുള്ളത്. അതിനകത്തൊരു വ്യത്യാസമില്ല. കുറ്റപ്പെടുത്തുന്നത് മറ്റാരെങ്കിലും ലക്ഷ്യം വെച്ചിട്ടാണ്? അതൊന്നുമില്ല. അങ്ങനെ ആരെങ്കിലും അവർ പറഞ്ഞത് UDF ചേരുക എന്ന പേരിൽ വിളിച്ചു വരുത്തിയിട്ട് DCC ഒറ്റയ്ക്ക് ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുകയായിരുന്നു. തങ്ങളുടെ ക്ലെയിം പോലും പരിഗണിച്ചില്ല എന്നുള്ളതാണ്. അവര് അടുത്ത തെരഞ്ഞെടുപ്പിൽ പോലും വേണമെങ്കിൽ അതിന്റെ ശക്തമായ രീതിയിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകും എന്നൊരു സൂചനയും മുന്നറിയിപ്പ് നൽകുന്നു. അല്ല, ഞാനത് കേട്ടില്ല. UDFന്റെ ഘടകകക്ഷികളുമായി എല്ലാവരുമായി ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. അത് DCC മാത്രമല്ല, UDFന്റെ കൂട്ടായ നേതൃത്വമാണ് അക്കാര്യത്തിൽ സംസാരിക്കുന്നത്. അത് ഉഭയകക്ഷി ചർച്ചകൾ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും അതുപോലെ തന്നെ ഇനി തുടർന്ന് അങ്ങോട്ടുള്ള സ്ഥാനമാനങ്ങൾ, അധ്യക്ഷ പദവികൾ നൽകുന്നതുമായി ബന്ധപ്പെട്ടുമൊക്കെ വളരെ ഗൗരവമായിട്ടുള്ള ചർച്ചകളുണ്ടാകും. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു സ്ഥലത്തും, ജില്ലയിൽ ഒരു സ്ഥലത്തും UDFൽ ഒരു പരാതിയോ പരിഭവമോ ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. ഇനി ഈ സ്ഥാനമാനങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ടും ഒരു പരാതിയും ഉണ്ടാകില്ല. വിജയത്തിന് ശേഷം രാഷ്ട്രീയ മര്യാദ കാണിച്ചില്ല? ഇല്ല, ഒരിക്കലുമില്ല. അത് ഞാൻ ആ വാർത്ത കണ്ടില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക്, നടപടിക്രമങ്ങളിലേക്ക് പോകുന്നതേ ഉള്ളൂ.
ചർച്ചകളും കാര്യങ്ങളും എല്ലാം പോകുന്നതുള്ളൂ. അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും, ഒരു പരാതിയില്ലാതെ മുന്നോട്ട് പോകും. ഇനി മാത്യു കുഴൽനാടൻ്റെ വാക്കുകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ ഇനി തുടർന്ന് അങ്ങോട്ടും ഇങ്ങനെയൊക്കെ തന്നെ വേണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കൃത്യമായും ഇത് കേക്കച്ചന് കൃത്യമായൊരു സന്ദേശം കൊടുക്കുന്നുണ്ട്. ഈ ധാർഷ്ട്യത്തിനുള്ള, ഈ കൊച്ചി തൻ്റെ കാൽക്കീഴിലാണ്, കൊച്ചി മാത്രമല്ല കോൺഗ്രസ് പ്രസ്ഥാനം മുഴുവൻ തൻ്റെ കാൽക്കീഴിലാണ് എന്ന് അഹങ്കരിക്കുന്ന ആ നെട്ടൂർ കേക്കച്ചന്റെ ധാർഷ്ട്യത്തിനും അഹങ്കാരത്തിനും ഇതെല്ലാം എൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന് ഭാവിക്കുന്ന ആ കേക്കച്ചനുള്ള ഒരു ഇൻഡയറക്റ്റ് മറുപടി കൂടിയാണ് അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ്റെ ഈ വാക്കുകൾ. അല്ല, ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ ഞാനിപ്പോൾ ഒരു KPCCയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ട കാര്യങ്ങൾ സംഘടനാപരമായ ഒരു വേദിയിലും സംഘടനാപരമായ രീതിയിലും പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് അപ്രോപ്രിയേറ്റ്. അതല്ലാതെ അതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഞാൻ ഇന്നലെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പലരും എന്നെ ഇന്നലെ മുതൽ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഞാനത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അറിയാം കോൺഗ്രസിനകത്ത് ഒരു വനിത അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വനിതാ നേതാവ് KSU കാലഘട്ടം മുതൽ, KSU കാലഘട്ടം എന്ന് പറയുമ്പോൾ 16-17 വയസ്സാണല്ലോ, അതായത് ടീനേജ് പ്രായം മുതൽ ഒരുപക്ഷെ യുവത്വം കഴിഞ്ഞ് 19 വയസ്സ് വരെ ഫുൾ ടൈം സജീവമായി രാഷ്ട്രീയ രംഗത്ത്, പൊതുരംഗത്ത്, സംഘടനാ രംഗത്ത് നിൽക്കുക എന്ന് പറയുന്നത് എന്തു വന്നാലും ത്യാഗോജ്വലമായൊരു പ്രവർത്തനമാണ്. അത് സാധാരണ ഞങ്ങൾ പോലെയല്ല. സ്ത്രീകൾ നിൽക്കുമ്പോൾ അവരൊക്കെ ഒത്തിരി പ്രയാസങ്ങളും ഒത്തിരി പ്രതിസന്ധികളും ഒത്തിരി വെല്ലുവിളികളും ഒത്തിരി ഒക്കെ സഹിച്ചാണ് അത് ആ കടമ്പ കടന്നു പോരും. ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസ് ദേശീയ നിരയിൽ പ്രവർത്തിച്ച ആളാണ്. ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ആളാണ് ദീപ്തി മേരി വർഗീസ്. അതുപോലെ ഞങ്ങൾക്ക് കുറച്ചധികം, ഒരുപക്ഷെ കോൺഗ്രസ് പ്രവർത്തകർക്ക് എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന അല്ലെങ്കിൽ വൈകാരികമായ അടുപ്പമുള്ള വനിതാ നേതാക്കൾ ഈ പാർട്ടിക്കകത്തുണ്ട്. ഇപ്പോൾ ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണ, ദീപ്തി മേരി വർഗീസ്, ഇവരൊക്കെ എന്ന് വെച്ചാൽ ഒരു ഫൈറ്റർ കാറ്റഗറി വരുന്നവരാണ്. അവരോടൊക്കെ ഗ്രൂപ്പുകൾക്ക് അതീതമായിട്ട് അല്ലെങ്കിൽ അതിനപ്പുറം കോൺഗ്രസ് പ്രവർത്തകർക്കൊരു വികാരമുണ്ട്. അപ്പോൾ സംഘടനാ രംഗത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രയാസവും ബുദ്ധിമുട്ടും അറിയാത്തവരല്ലല്ലോ നേതാക്കന്മാരായിരുന്നു. അപ്പോൾ ഈ തവണ ഞാൻ സംസാരിക്കുന്ന ഇപ്പോൾ KPCയുടെ ഒരു നോംസിനകത്ത് നിന്ന് എനിക്ക് പറയാൻ കഴിയും. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലുള്ള പബ്ലിക് ഡൊമൈനിലുള്ള കാര്യമാണ്. KPCC ഈ തവണ നോംസ് കൊടുത്തപ്പോൾ പാർട്ടിയുടെ സുപ്രധാനമായ സംഘടനാ പദവികൾ അലങ്കരിക്കുന്നവർക്ക് പ്രത്യേക പരിഗണന പാർട്ടി കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ പിന്നിലുള്ള ഛേദോവികാരം എന്ന് പറയുന്നത്, അത് യഥാർത്ഥത്തിൽ ഇതുപോലെ സംഘടനാ പ്രവർത്തനത്തിൽ കാലാകാലങ്ങളായി പാർട്ടിക്കൊപ്പം നിന്ന് ഈ പാർട്ടിയുടെ എല്ലാ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും സമരങ്ങളിലും അല്ലെങ്കിൽ ലാത്തിചാർജുകളിലും ഒക്കെ നിന്ന് വരുന്നവർക്ക് ഇതുപോലുള്ള കാര്യം പാർലമെന്ററി രംഗത്തേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക പരിഗണന കൊടുക്കണം എന്ന അർത്ഥത്തിലാണ് അത് എഴുതിയത്. അങ്ങനെ നോക്കുമ്പോൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന, മേള കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവായിരുന്ന, യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്ന, KSUവിൻ്റെ നേതാവായിരുന്ന, അതിദീർഘകാലമായി പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു വനിതാ വ്യക്തിത്വം എന്ന നിലയിൽ ദീപ്തി ഒരു പരിഗണന സ്വാഭാവികം. ഞങ്ങൾ മാത്രമല്ല, പാർട്ടിക്കകത്ത് മാത്രമല്ല, ഒരു പൊതുസമൂഹത്തിൻ്റെ വലിയൊരു താല്പര്യവും ഇഷ്ടമൊക്കെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ പരിഗണിക്കപ്പെടുമെന്നാണ് ഞാനും കരുതിയിരുന്നത്. അപ്പോൾ അത് ഇല്ല എന്നൊരു കാര്യം വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു പൊതുനിരാശ. അപ്പം ഞാനും പലവട്ടം ഈ സമാനമായ ഇതിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. ആ നിലയ്ക്ക് അവർക്കൊരു ഐക്യദാർഢ്യ നിലയിലാണ് ഞാൻ പറഞ്ഞത്, ഒരു വാതിലടയുമ്പോൾ രാഷ്ട്രീയം അങ്ങനെയാണ്. രാഷ്ട്രീയത്തിൽ ഒരാളെ എക്കാലത്തേക്ക് ആരെയും മാറ്റി നിർത്താൻ സാധിക്കില്ല. എന്നോട് ബഹുമാനായ ശ്രീ K. സുധാകരൻ പറഞ്ഞ ഒരു വാചകം എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. നിന്റെ പൊളിറ്റിക്സിലെ അധ്വാനം ഒരിക്കലും കൗണ്ട് ചെയ്യപ്പെടാതെ പോകത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് പറഞ്ഞ മാതിരി അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ പാർട്ടിക്കുണ്ട്. അത് പരിഗണിക്കപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ കരുതിയത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനുള്ള. ഈ കൗൺസിലർമാരുടെ എണ്ണമാണ് പറയുന്ന ഒരു മാനദണ്ഡം. ആ കൗൺസിലർമാരുടെ എണ്ണത്തിൽ ദീപ്തി പിന്നിലായി പോയതുകൊണ്ടാണ് ദീപ്തി ഒഴിവാക്കപ്പെട്ടതെന്നുള്ളതാണ് DCC അടക്കം വിശദീകരിക്കുന്നത്. അതൊരു പുതിയ മാനദണ്ഡമായി പാർട്ടിയിലേക്ക് വരികയാണ്.
അല്ല, ഇപ്പോൾ പാർട്ടി പറഞ്ഞിരിക്കുന്നത് ഭൂരിപക്ഷം അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്നാണ്. ഞാൻ പാർട്ടി ഒരു തീരുമാനത്തെയോ അല്ലെങ്കിൽ നിലപാടിനെയോ ചോദ്യം ചെയ്യുന്ന അപ്രോപ്രിയേറ്റ് അല്ല, ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, പാർട്ടിയിലെയും പാർലമെന്ററി രംഗത്തെയും എല്ലാ പദവികളിലും ഇങ്ങനെ ഒരു ഭൂരിപക്ഷാടിസ്ഥാനത്തിലാണ് ആളുകൾ ഇരിക്കുന്നതെന്ന് പറയുന്നത് ശരിയല്ല. പാർട്ടിക്കകത്ത് ഈ എല്ലാ തെരഞ്ഞെടുപ്പുകളും എല്ലാ തീരുമാനങ്ങളും ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായപ്രകാരമാണ് എന്ന് പറയാൻ കഴിയില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അത് സംഘടനാ രംഗത്താണെങ്കിലും പാർലമെന്ററി രംഗത്താണെങ്കിലും ഭൂരിപക്ഷാടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങളല്ല എപ്പോഴും എടുത്തത്. അത് പാർട്ടിയുടെ ഉത്തമ താല്പര്യത്തെ പ്രതി പാർട്ടിയുടെ എല്ലാ സാഹചര്യങ്ങളും പരിശോധിച്ച് ഒരു പൊതുവികാരം മാനിച്ച് ഒരു പൊതു അഭിപ്രായ ഐക്യത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ചിലപ്പോൾ പലപ്പോഴും ഒരു മുന്നോട്ടുള്ള യാത്രയ്ക്ക് അനിവാര്യമാണെന്ന് വരുമ്പോഴാണ് നമ്മളത് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ കാര്യത്തിലും ഇങ്ങനെ കീറിക്കെട്ടി ഭൂരിപക്ഷം പരിശോധിക്കുന്ന രീതി ഇനി പാർട്ടിക്കൊരു അതൊരു മാനദണ്ഡമാവുകയാണോ എന്നെനിക്കറിയില്ല. ഇതിൻ്റെ അകത്തൊരു കാര്യം, നമ്മൾ സ്വീകാര്യത എന്ന് പറയുന്നത് പല രീതിയിലാണ്. സ്വീകാര്യത ഞാൻ പറഞ്ഞു, ഇപ്പോൾ സംഘടനാ രംഗത്ത് നിൽക്കുന്നവരുണ്ട്. സംഘടനാ രംഗത്ത് KSU കാലഘട്ടം മുതൽ KPC തലം വരെ സംഘടനാ രംഗത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും പാർട്ടിക്കകത്ത് അതനുസരിച്ചുള്ള അനുയായികളും പിന്തുണയും എതിർപ്പുകളും ഉണ്ടാവും. കാരണം അവർ പല തീരുമാനത്തിൻ്റെ ഭാഗമായിരിക്കും. പലപ്പോഴും പല ഘട്ടങ്ങളിലും പല അഭിപ്രായങ്ങൾ പറയേണ്ടി വന്നിട്ടുണ്ടാവും. എന്നാൽ പാർട്ടിക്ക് അത് ബൈലാറ്ററലായിട്ട് വരുന്ന പലരുമുണ്ട്. പല സാഹചര്യങ്ങളിൽ നിന്നും പല കാര്യങ്ങൾ കൊണ്ട് ഒരുപക്ഷെ ഒരു പ്രത്യേക പദവിയിലേക്കോ ഒരു പ്രത്യേക സ്ഥാനത്തേക്കോ ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിലോ ബൈലാറ്ററലായി പാർട്ടി മെയിൻ സ്ട്രീമിൽ എൻ്റർ ചെയ്യുന്നവരുണ്ട്. അവർക്ക് അങ്ങനെയുള്ള എതിർപ്പുകൾ ഒരു പക്ഷേ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ നോക്കുമ്പോൾ സ്വീകാര്യത, ആർക്കും എതിർപ്പില്ലാത്ത പേര് അല്ലെങ്കിൽ എല്ലാവരും പിന്തുണയ്ക്കുന്ന പേര്. കാരണം എന്തുകൊണ്ടാണ്? അവർ പാർട്ടിയുടെ ഡിസിഷൻ മേക്കിങ്ങിലോ പാർട്ടിയുടെ സംഘടനാ സ്ട്രക്ചറിലോ പെയിനും കോൺട്രിബ്യൂഷനും ഇല്ലാത്തത് കൊണ്ടാണ് ആർക്കും എതിർപ്പില്ലാത്തത്. ഇപ്പം എന്നോട് എതിർപ്പ് കാണും. എന്നെ എതിർക്കുന്നവർ ഇത് കാരണം എന്താ? ഞാൻ KSU കാലഘട്ടം മുതലേ യൂത്ത് കോൺഗ്രസ് കാലഘട്ടം മുതലേ പാർട്ടിയുടെ ഒരുപാട് തീരുമാനങ്ങളിൽ ഞാൻ ഭാഗവാക്കാണ്. അതുകൊണ്ട് ഏറ്റവും ഉന്നതരായി നിൽക്കുന്ന ആളുകൾക്കെതിരെയും എതിർപ്പുണ്ടാവും. കാരണം അവർ പാർട്ടിയെ കൊണ്ടുനടക്കാൻ വേണ്ടി പാർട്ടിക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നവരാണ്. അതിൻ്റെ അർത്ഥം ഏതെങ്കിലും ഒരു കാര്യത്തിലും ഇടപെടാത്ത ആളെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവന്ന് പെട്ടെന്ന് കൊണ്ടുവന്ന് താരത്തിൽ കൊണ്ടുവന്ന് അതൊരു സംഘടനാ രീതിയാണോ എന്നെനിക്ക് എനിക്കറിയില്ല, അതിനോട് ഇതില്ല. പക്ഷേ ഇനിയിപ്പോൾ എല്ലാം ഭൂരിപക്ഷ പ്രകാരമാണ് തീരുമാനിക്കുന്നത് എന്ന് വരികിൽ അതൊരു പാർട്ടിയിലൊരു പുതിയ നോംസാണ്. പക്ഷേ അതിനെ നമുക്ക് തള്ളിപ്പറയാൻ കഴിയില്ല. കാരണം ഒരു ജനാധിപത്യമാണല്ലോ. ജനാധിപത്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പിന് യുക്തമായൊരു തീരുമാനം അല്ലെങ്കിൽ പാർട്ടിയെ പ്രതി ഒരു നേതൃതലത്തിൽ നിന്ന് ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ ഞങ്ങൾ ഭൂരിപക്ഷം നോക്കിയതാണെന്ന് പറഞ്ഞാൽ ഇപ്പം ആരെയും തെറ്റു പറയാൻ കഴിയില്ല. ഇപ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അഡോപ്റ്റ് ചെയ്തൊരു മാനദണ്ഡം അതാണ്. ബഹുമാനായ പ്രതിപക്ഷ നേതാവിന് ചുമതലയുണ്ടായിരുന്നതാണ് കൊച്ചിൻ കോർപ്പറേഷൻ. അതിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് എല്ലാ ചുക്കാനും പിടിച്ചതും എല്ലാ നേതൃത്വം നൽകിയതും എല്ലാ കാര്യങ്ങളും നിർവഹിച്ച അദ്ദേഹമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ അടക്കം അഭിപ്രായമുള്ള തീരുമാനമാണല്ലോ ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെയൊരു പല പേരുകൾ വന്നാൽ പാർട്ടിയിലെ ഭൂരിപക്ഷമാണ് ഇനിമേൽ മാനദണ്ഡം എന്ന് വരികിൽ അതിനെ തെറ്റാണ് എന്ന് എതിർക്കാൻ കഴിയില്ലല്ലോ. കാരണം ജനാധിപത്യമാണ് കോൺഗ്രസിൻ്റെ അടിസ്ഥാനം. പിണറായിയെ പോലെ നമുക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ പാർട്ടിയിലെ ഏതെങ്കിലും നേതാവോ അല്ലെങ്കിൽ പാർട്ടി ഇന്ന ഘടകം തീരുമാനിച്ചു അതുകൊണ്ട് ഇനി അതേ ഉള്ളൂ എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ നാച്ചുറലി അതുകൊണ്ട് ആ പാർട്ടി തീരുമാനത്തെ തള്ളിപ്പറയാനോ ചോദ്യം ചെയ്യാനോ ഞാനില്ല. പക്ഷെ എനിക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ തോന്നിയിരുന്നു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞത് മാത്രം. അല്ല, അത് ദാറ്റ് ഹാസ് ടു ബി ദെയർ. കാരണം ഈ ഒരു നോംസ് സെറ്റ് ചെയ്തിട്ട് ഒരിടത്തൊരു നീതി മറ്റൊരിടത്ത് വേറെ നീതി അത് പറ്റില്ല. പാർട്ടിയുടെ ഇനിയുള്ള തീരുമാനങ്ങളിലും എല്ലാ തലത്തിലും അത് നടപ്പിലാവട്ടെ എന്നുള്ളതാണ് ഇനി അഭിപ്രായപ്പെടാനുള്ളത്. അതായിരിക്കും പാർട്ടിക്ക് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഗ്രൂപ്പുകൾ തമ്മിലുള്ള അടിയാണ്. കൊച്ചിയിൽ ഈ ഗ്രൂപ്പുകളുടെ തിരിച്ചുവരവാണ് എന്നൊക്കെ പറയുമെങ്കിലും ഇത് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് വെറും ഒരു പാവാട വിഷയമാണ്. അതിൻ്റെ യഥാർത്ഥ കാരണം ഇവന്മാർക്ക് പറയുവാൻ സാധിക്കത്തില്ല. അതിൻ്റെ ചില ഹിന്റുകൾ ഞങ്ങൾ മുൻ എപ്പിസോഡുകളിൽ നൽകിയിരുന്നു. ഈ UDF പാഞ്ചാലി ഇത് ദൈവത്തിൻ്റെ അല്ല, ഇത് കാലത്തിൻ്റെ കാവ്യനീതിയാണ്. ഇവരെ മുന്നിൽ നിർത്തിയാണ് കേക്കച്ചൻ രാഹുലിനെതിരെ ആദ്യ പ്രതികരണങ്ങൾ നടത്തിയത്. നിങ്ങൾ മറക്കുവാൻ ഇടയില്ല. UDF പാഞ്ചാലി ഇതാണ് കാലത്തിൻ്റെ കാവ്യനീതി. നിങ്ങൾ ഒരു
ചെറുപ്പക്കാരന്റെ ജീവിതം നശിപ്പിക്കുവാൻ ഈ കേക്കച്ചന്റെ ചട്ടകമായി വന്നു. ഇതാ ഇപ്പോൾ നിങ്ങൾ ഇതാ ബിറ്റ്വീൻ ദ ലിപ്പ് ആൻഡ് കപ്പ് എന്ന് പറഞ്ഞതുപോലെ ആ പദവി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മിടുക്കന്മാരായ നേതാക്കന്മാരെയെല്ലാം പെൺകണിയിൽ പെടുത്തി ഒതുക്കി ഇതുപോലുള്ളവരെ മുന്നിൽ നിർത്തി ഇവരെ ചട്ടകമായി ബിനാമിയായി ഉപയോഗിച്ച് അങ്ങ് വാഴാമെന്ന് കരുതിയെങ്കിൽ നെട്ടൂർ കേക്കച്ച, UDF പാഞ്ചാലി, നിങ്ങൾക്ക് തെറ്റി. ഇതാണ് കാലത്തിന്റെ കാവ്യനീതി. ഇവിടെയുള്ള ഈ കോൺഗ്രസ് പ്രസ്ഥാനം എന്ന് പറയുന്നത് മാത്യു കുഴൽനാടൻ പറഞ്ഞതുപോലെ ഇത് ഒരുത്തന്റെയും അപ്പന്റെ വകയല്ല, ഒരുത്തന്റെയും പിതൃസ്വത്തല്ല. അങ്ങനെ അങ്ങ് ഇതിനെ അങ്ങ് എടുത്ത് സ്വന്തം ഇഷ്ടമനുസരിച്ച് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ നടക്കില്ല എന്ന ഒരു ചെറിയ മറുപടിയാണ് ഈ നിലപാടില്ലാത്ത ഈ ഒതുക്കീശന്റെ നെട്ടൂർ കേക്കച്ചന്റെ ആ യാതൊരു നിലപാടില്ലായ്മയ്ക്കുള്ള ആ താൻപോരിമയ്ക്കുള്ള ജനങ്ങളുടെ ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആദ്യത്തെ അടിയാണിതെന്ന് മാത്രം മനസ്സിലാക്കുക. ഇതൊരു ചെറിയ സാമ്പിൾ മാത്രം, വലുത് വരാനുണ്ട്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.